ചെയ്യാൻ ഏൽപ്പിക്കുന്ന ഒരു, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിച്ച് നിവർത്തിച്ചെടുക്കേണ്ട ഒരു നിയോഗമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രക്ഷകർത്താക്കൾ എന്നുള്ളത്. ഒരു ചുമതലയല്ല, ഗുരുവായി നമ്മളെ ഏൽപ്പിച്ച ഒരു നിയോഗം അല്ലെങ്കിൽ ഗുരു നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു കർമ്മം ഏത് രീതിയിലാണോ നമ്മൾ ചെയ്തെടുക്കേണ്ടത് ആ രീതിയിലാണ് ഇതും ചെയ്തെടുക്കേണ്ടത്. എല്ലാ നിയോഗങ്ങൾ പോലെയും നമ്മളെ നിരന്തരമായി തിരിച്ചു പിടിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഗുരു തരുന്ന നിയോഗങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പുറകോട്ട് വലിക്കുന്നത് എന്താണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഗുരുവിനോട് ചോദിച്ചത് കെട്ട പിതൃക്കളുടെയും നമ്മുടെ കർമ്മഗതിയുമാണ് അങ്ങനെ നമ്മളെ പിടിച്ചു വലിച്ച് വേറെ പുറകിലോട്ട് വലിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മറ്റു നിയോഗങ്ങൾ പോലെ തന്നെ. അതുകൊണ്ട് മുന്നോട്ട് പോകുവാനായി പ്രാർത്ഥനയും സമർപ്പണവും കൊണ്ട് മാത്രമേ നമുക്കിത് സാധിക്കുകയുള്ളൂ. ഈ പുറകോട്ടുള്ള വലിയിൽ ഭയപ്പെടേണ്ടതില്ല, നിരാശരാകേണ്ടതില്ല, നിഷ്ക്രിയരാകേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഗുരുവാക്കാണിത്. നിങ്ങൾ പുറകോട്ട് വലിക്കപ്പെടുമ്പോൾ, ഒരു നിയോഗം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഭയപ്പെടരുത്, നിരാശരാകരുത്, നിഷ്ക്രിയരാകരുത്, വിഷമിക്കരുത്. ഇതെല്ലാം മറികടക്കുമെന്ന് വാശിയിൽ ഗുരുവിൽ സമർപ്പിച്ച് അർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നത് മാത്രമല്ല, നേരത്തെ ശ്രീമതി സ്വപ്ന ശ്രീനിവാസൻ പറയുകയുണ്ടായി, ഈ നിയോഗം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളത് മാത്രമല്ല, ഗുരു നൽകുന്ന ഏതൊരു നിയോഗം പോലെയും ഇതൊരു വലിയ കർമ്മമാണ്. ആ കർമ്മത്തിൽ കൂടി നമുക്ക് ലഭിക്കാവുന്ന പരിവർത്തനവുമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല. അതുകൊണ്ടാണ് ഒരു വേദന ഇതിന് പിന്നിൽ ഉണ്ടാകുന്നത്. കാരണം അത്രയ്ക്കും മഹനീയമായ ഒരു കർമ്മമാണ്. വളർത്താം, വളരാം, വലുതാകാം എന്ന് നമ്മൾ ഇന്ന് പറയുമ്പോൾ അത് ഗുരുകാരുണ്യത്തിലാണ്. അത് മക്കളെ മാത്രമല്ല, അത് നമുക്കും അതുപോലെ തന്നെ ബാധകമാണ്. യഥാർത്ഥത്തിൽ രക്ഷകർത്താക്കളാകുക, മാതാപിതാക്കളാകുക എന്ന് പറയുന്നത് ഗുരുവായി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണ്. ആ അവസരത്തെ ഗുരുവിങ്കൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഏറ്റെടുത്ത് ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായി നമുക്ക് വരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഈ മക്കൾ ആരുടെ മക്കളാണ്? ഖലീൽ ജിബ്രാന്റെ ഒരു വാചകമുണ്ട്, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ കം ത്രൂ യു ബട്ട് നോട്ട് ഫ്രം യു, ദോ ദേ ആർ വിത്ത് യു യെറ്റ് ദേ ബിലോങ് നോട്ട് ടു യു. നിങ്ങളുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ല, നിങ്ങളിലൂടെ വരുന്നു, പക്ഷെ അവർ നിങ്ങളുടേതല്ല. ഗുരു നമ്മളോട് പറയുന്നുണ്ട്, ഒരു ധർമ്മപുത്രനും ധർമ്മപുത്രിയും നിങ്ങളിൽ നിന്നും ഉണ്ടാകണം. ഇത് മാത്രം നിങ്ങൾ ഇവിടെ ദാനം ചെയ്താൽ മതി. വേറെ എന്ത് ദാനം ചെയ്താലും അത് ചീത്തയായി പോകും. നേരത്തെ സംസാരിക്കുകയുണ്ടായി അതിനെപ്പറ്റി. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങൾ ആരുടെ കുഞ്ഞുങ്ങളാണ്? ഈ കുഞ്ഞുങ്ങൾ ഗുരുവിന്റെ മക്കളാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഈ കുഞ്ഞുങ്ങളെ ഇത് മാത്രം നിങ്ങൾ ഇവിടെ ദാനം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഈ ദാനം ചെയ്യുന്നത്? നമ്മളിലൂടെ വന്നത് കൂടി ദാനം ചെയ്യുന്നത് ഇവര് ജനിക്കുന്നതിന് മുൻപ് തന്നെ ഈ ദാനം നടക്കുകയാണ്. അല്ലാതെ വളർന്നപ്പോഴത്തേക്കും ഏതോ ഒരു സാഹചര്യത്തിൽ ഒരു ബ്രഹ്മചാരിയോ ബ്രഹ്മചാരിയാക്കാനായി ദാനം ചെയ്യുകയോ ഒന്നുമല്ല. ഈ കുഞ്ഞിന്റെ ജനനം തൊട്ട് ഇവരെ ഗുരുവിൽ ദാനം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ദാനം ചെയ്ത കുഞ്ഞ് പിന്നെ ഗുരുവിന്റെ കുഞ്ഞാണ്. അഥവാ ഈ ഗുരുവിന്റെ മക്കളെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ എന്റെ, ഞങ്ങളുടെ എന്നൊരു ചിന്തയില്ല. എന്റെ മകൻ, എന്റെ മകൾ, ഞങ്ങളുടെ മക്കൾ എന്നൊരു ചിന്ത വരുന്നില്ല. കാരണം അതൊരു
അഹമാണ്, ഒരു അഹങ്കാരമാണ് നമുക്ക്. ആ അഹം കുഞ്ഞുങ്ങളെ തെറ്റായ വഴിയിലേക്ക് എത്തിക്കും. നമ്മളെ പോലെയുള്ള, എന്നെ പോലെയുള്ള അച്ഛനമ്മമാരുടെ സങ്കുചിതമായ സ്വപ്നങ്ങളിൽ പിടിച്ചിടാനുള്ളതല്ല ഗുരുവിന്റെ മക്കളെ, അഥവാ അവരുടെ ഭാവിയെ. എന്റെയും ഞങ്ങളുടെയും കുഞ്ഞായി വളർത്തിയാൽ എന്റെയും ഞങ്ങളുടെയും ബുദ്ധിയും അറിവും കഴിവിനോളം കുഞ്ഞിനെ എത്തിക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കും. അവരെ എത്തിക്കാൻ കഴിയുമെന്ന് പോലും അറിയില്ല, നമ്മുടെ അറിവിനും കഴിവിനും ഒക്കെ അനുസരിച്ച്. ഗുരുവിന്റെ കുഞ്ഞായി കണ്ടാൽ, പ്രവർത്തിച്ചാൽ, ഗുരുവിന്റെ നിശ്ചയം പോലെ ആ കുഞ്ഞ് വളർന്നു വരും. സമൂഹത്തിന്റെ മാന്യതയുടെയും രക്ഷകർത്താക്കളുടെ മേന്മ കാണിക്കുവാനും ഉള്ള മത്സരങ്ങളിൽ തള്ളിവിടാനുള്ളതല്ല ഗുരുവിന്റെ മക്കളെ. അവർക്ക് ആകാശം പോലെ വിശാലമായ മനസ്സുള്ള അച്ഛനും കർക്കശ സ്വഭാവമുള്ള അമ്മയും ചേർന്ന് അവരുടെ നിയോഗം നിർവഹിക്കുകയാണ്. ഈ കർക്കശ സ്വഭാവവും പ്രാധാന്യമുള്ളതാണ്. സ്വഭാവ രൂപീകരണത്തിലും ജീവിതത്തിലും കർക്കശ സ്വഭാവം ശാസന വളരെ പ്രാധാന്യമുള്ളതാണ്. ആ ശാസന പക്ഷെ ഗുരുനിശ്ചയം നിവർത്തിക്കുവാൻ ഉള്ള, ഗുരുനിശ്ചയം പ്രവർത്തിപ്പിച്ചെടുക്കുവാനുള്ള ഒരു രീതിയാണ്. അല്ലാതെ നമ്മുടെ മനസ്സിന്റെ തപവും ദേഷ്യവും അഹവും ഒക്കെ പുറത്തെടുക്കുവാനുള്ള അവസരങ്ങളല്ല. അപ്പോൾ ശിക്ഷണം എന്നുള്ളത് ചെറുപ്രായത്തിൽ തന്നെ അത് തന്റെ നല്ലതിനാണ് എന്നുള്ള ഒരു മനസ്സിലാക്കൽ ഈ കുഞ്ഞിന് ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപക്ഷെ അത് ശിക്ഷണം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അറിഞ്ഞുകൊള്ളണം എന്നില്ല. പക്ഷേ ഓരോ തവണയും അത് സ്നേഹത്തിന്റെ ഭാഷയിലുള്ള ശിക്ഷണമാകുമ്പോൾ അത് തന്നെ നല്ലതാക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ഉറപ്പ് ആ കുഞ്ഞിൽ വരുന്നു. കാരണം ഈ ദേഷ്യവും അഹങ്കാരവും എന്നെടുത്തിട്ടുള്ള ശിക്ഷണമല്ല, മറിച്ച് ആ കുഞ്ഞിന്റെ നന്മയ്ക്കാണ് എന്ന് കുഞ്ഞിനു കൂടി മനസ്സിലാകുന്ന രീതിയിലുള്ള ശാസനമാണ്. അപ്പോൾ ജീവിതത്തിന്റെ നിയോഗങ്ങളില് വലുതായി വരുമ്പോഴും പ്രായം ആയി വരുമ്പോഴും ആ തന്റെ ജീവിതത്തിൽ ഓരോ അവസരത്തിലും വരുന്ന നിയോഗത്തിന്റെ ഭാഗമായി വരുന്ന അഗ്നിസ്ഫുടങ്ങളെ, വേദനകളെ, പ്രയാസങ്ങളെ എല്ലാം അത് ജീവന്റെ നന്മയ്ക്കാണ് എന്നൊരു തീർപ്പുണ്ടാകും സ്ഥിരമായി. വഴക്ക് കേൾക്കുന്നതും ആരെങ്കിലും ഒരാൾ കുറ്റം പറയുന്നതും കേട്ട് മനസ്സ് കിടുങ്ങിപ്പോകില്ല, മറിച്ച് വളർത്തിക്കൊണ്ടുവന്ന രീതിയിൽ അതിൽ നിന്നും എന്താണോ നല്ലത് എടുക്കാനുള്ളത് എടുക്കുവാനും, ശാസിച്ചവനെയും കുറ്റം പറഞ്ഞവനെയും കുറ്റം പറയാതെ മറിച്ച് അതിലെ നന്മ എടുക്കുവാനും ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ളൊരു മനസ്സ് ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും. അതോടൊപ്പം തന്നെയാണ് മത്സര ബുദ്ധി. നമ്മൾ അയൽപക്കത്തെ കുഞ്ഞ് ഉയർന്നു വന്നാൽ നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടാകേണ്ടതുണ്ട്. കാരണം അതും ഗുരുവിന്റെ തന്നെ കുഞ്ഞുങ്ങളാണ്. ഗുരു പറയുന്നുണ്ട്, നമ്മുടെ ഇടയിൽ നിന്നും ആധ്യാത്മികമായി ഉന്നതി പ്രാപിച്ച് മുന്നോട്ട് വരുന്നവരെ ഏത് രീതിയിലും നമ്മൾ സഹായിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് പ്രാർത്ഥനകളിലൂടെയും ഒക്കെ സഹായിക്കേണ്ടത് നമ്മളുടെ ഒരു ചുമതലയാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ കാണുവാൻ നമുക്ക് കഴിയും. എല്ലാവരിലുമുള്ള സ്നേഹം നമുക്ക് അറിയുവാൻ കഴിയും. ആ എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ ആ ഒരുമയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും. ഗുരു പറയുന്നു, എന്റെ വാക്കുകൾ എന്റെ എല്ലാ കാര്യവും എല്ലാവരെയും അറിയിച്ച് എല്ലാവരും ചേർന്ന് ചെയ്യണം. ഈ എല്ലാവരും ചേർന്ന് ചെയ്യുന്നതിന് ഒരുപാട് മാനങ്ങളുണ്ട്. അതിലൊന്ന് ഒരു വ്യക്തിപരമായ അഹവും അഹങ്കാരത്തിനെയും കടന്ന് ഒരുമിച്ചാണ് നമുക്കിതെല്ലാം ചെയ്തെടുക്കേണ്ടത് എന്നുള്ള വസ്തുതയാണ്. എല്ലാത്തിന്റെയും ആധാരം എന്നാൽ സ്നേഹമാണ്. ആ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഗുരുവിനെ അറിയിച്ചു കൊടുക്കുന്നതും സ്നേഹത്തിൽ കൂടിയാണ്.
ശാസന അറിയിച്ചു കൊടുക്കുന്നതും സ്നേഹത്തിൽ കൂടിയാണ്. ചിട്ടയായ ധ്യാന സ്വഭാവത്തിലേക്ക് മക്കളെ കൊണ്ടുവരുന്നതും സ്നേഹത്തിൽ കൂടിയാണ്. നാളെ രാവിലെ തൊട്ട് നിങ്ങൾ 4 മണിക്ക് എണീക്കണം എന്നുള്ള ആകണമെന്നില്ല. പക്ഷെ അത് നമ്മുടെ ഡെസ്റ്റിനേഷൻ, അതിലേക്കാണ് എത്തിച്ചേരേണ്ട ചില കാര്യങ്ങൾ. ആശ്രമത്തിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്. അത് ഒരു യാത്രയാണ്, അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഓരോ കുഞ്ഞുങ്ങളും ഓരോ രീതിയിലുള്ളതാണ്. ചിലര് ചെടികളായിരിക്കും, ചിലര് വൻ മരങ്ങളായി വരേണ്ടവരാണ്. ഇതൊക്കെ ഗുരുവിനൊരു തീർപ്പുണ്ട്. അവരെ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് എത്തിക്കേണ്ട അത് അത്യാവശ്യമാണ്. ആ സ്നേഹം എന്നുള്ളത് അവർക്ക് മനസ്സിലാകേണ്ടത് ഗുരുവാക്കായി തന്നെയാണ്. അഥവാ ഗുരുവാക്ക് എന്ന് പറയുന്നത് സ്നേഹമാണ് എന്നുള്ള തീർച്ച അവരിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ ഒരു മർമ്മപ്രധാനമായ കാര്യവും ചെറുതിലേ തന്നെ കുഞ്ഞുങ്ങളിൽ വളർത്തേണ്ടതുണ്ട്. കാരണം അവർ ഗുരുവിന്റെ മക്കളാണ്. ഗുരുവിനോട് ചോദിച്ചാണ് നമുക്കെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ജീവിത ചര്യകളിലും നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഗുരുവാക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ഒരു നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ടത് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് അത്രയ്ക്കും നമ്മളുടെ ഒരു പരമ്പരയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ ഗുരുവാക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിലും നമ്മൾ കുഞ്ഞുങ്ങളെ ഗുരുവിന്റെ മക്കളാണ് എന്നുള്ള ഭാവം വളരെ പ്രാധാന്യമാണ്. ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ അച്ഛൻ പറയുന്ന കേൾക്കണോ, അമ്മ പറയുന്ന കേൾക്കണോ, മറ്റാരെങ്കിലും പറയുന്ന കേൾക്കണോ, ഗുരു പറയുന്നത് കേൾക്കണമോ എന്നുള്ള ഒരു ചിന്ത വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശിഷ്യപൂജിതയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ സ്വന്തം അച്ഛൻ വന്ന് തിരിച്ചു വിളിച്ചു കൊണ്ടുപോകുന്ന സമയത്തും ആശ്രമത്തിലെ എല്ലാ കാര്യക്കാരും തള്ളിപ്പറയുന്ന അവസരത്തിലും ബാഹ്യമായി ഗുരു കൂടി അത് പോകാൻ പറയുന്ന സമയത്തും ഗുരുവിന്റെ കാൽക്കൽ വീണ് ഗുരുവിന്റെ വാക്ക് ഓർമ്മിപ്പിച്ച് ആശ്രമത്തിൽ നിന്ന് ആ ഏറ്റവും ദിവ്യമായ ആ സമയം, ആ നിമിഷങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. അപ്പോ ആരുടെ വാക്കാണ് ജീവിതത്തിൽ പ്രധാനം? എന്റെ മക്കൾ, എന്റെ മകനാവുമ്പോൾ അവൻ എന്നെയാണോ കേൾക്കേണ്ടത്, അതോ ഗുരുവിന്റെ വാക്കാണോ? അവൻ എന്റെ മകനാണ്, എന്നിൽ കൂടി വന്ന മകനാണ്, പക്ഷെ അവൻ ഗുരുവിന്റെ മകനാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ അത് സാധ്യമാകും. നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആമുഖ പ്രസംഗം ഗുരുവിങ്കൽ സമർപ്പിക്കാം. അതെന്ന് പറയുന്നത് നമുക്കൊരിക്കലും കുഞ്ഞുങ്ങളോടൊന്ന് മാത്രമല്ല മറ്റാരോടായാലും നമുക്ക് ചെയ്തു കാണിച്ചു മാത്രമേ പഠിപ്പിക്കുവാനും ഉപദേശിക്കുവാനും സാധിക്കുകയുള്ളൂ. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതും വീട്ടിലെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിലും ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നതിലും TV സീരിയലിൽ കാണുന്നതും ഒക്കെയും നമുക്ക് പറഞ്ഞവരെ സമർത്ഥിക്കാൻ കഴിയില്ല. ജീവിച്ചു കാണിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ആശ്രമത്തിൽ വരുന്നതും അതുപോലെ തന്നെ എപ്പോഴൊക്കെ സാധിക്കുമോ അപ്പോഴൊക്കെ വരികയും കർമ്മങ്ങളിൽ അവരെ കുഞ്ഞുങ്ങളെ അത് അവർ എപ്പോഴും ചെയ്യണം എന്നല്ല, തീരെ കൊച്ചു കുഞ്ഞുങ്ങൾ ചെയ്യാനല്ല. പൂ കെട്ടാനിരിക്കുന്ന അമ്മയോടൊപ്പം ഈ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു കാര്യത്തിൽ അങ്ങനെ ആശ്രവുമായിട്ടുള്ള ഒരു അടുപ്പം അവരിൽ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിന് ഞാനും ആശ്രമവും എന്നുള്ള ഒരു ഭാവം വിട്ട് ഞാനും ചേരുന്നതാണ് ആശ്രമം എന്ന ഭാവത്തിലേക്ക് ലയിച്ചു ചേരേണ്ടത് അത്യാവശ്യമാണ്. ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മുടെ ഒരു
ആ ശ്രമം എന്ത് ഘട്ടത്തിലും ജീവിതത്തിന്റെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിനകത്ത് ഒരുപാട് ചിട്ടവട്ടങ്ങളുണ്ട്. രൂക്ഷ എന്ന നമ്മുടെ സമാധാന ജനി അതിനെക്കുറിച്ചും പറയും. ഒരുപാട് ചിട്ടവട്ടങ്ങളും സൂക്ഷിപ്പും അതിനകത്തുണ്ട്. ഞാൻ ഇതിൽ പ്രതിപാദിക്കുവാൻ ഉദ്ദേശിച്ചത് ആ ഒരു ബന്ധത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ രാവിലെ എണീക്കുന്നതായാലും സ്വഭാവശുദ്ധിയുടെ കാര്യമായാലും ഒക്കെയും മറ്റ് എല്ലാ രംഗങ്ങളിലുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ വാക്കുകൾക്കും ആ കർമ്മങ്ങൾക്കും ആ സ്വഭാവങ്ങൾക്കും ജീവൻ നൽകുന്നത് ഗുരുവിനോടുള്ള അളവറ്റ സ്നേഹത്തിൽ നിന്നും ആ വിശ്വാസത്തിൽ നിന്നുമാണ്. അകത്തു നിന്ന് ആന്തരികമായി വരുന്ന ഒരു കാര്യമാണ്. ആരോ പറഞ്ഞിട്ട് ചെയ്യുന്നതോ യാന്ത്രികമായി ചെയ്യുന്നതോ ഒന്നുമല്ല. അത് അഗാധമായ ഗുരുവിനോടുള്ള സ്നേഹവും ഗുരുവിനോടുള്ള വിശ്വാസത്തിലുമാണ്. ആ സ്നേഹവും വിശ്വാസവും കുഞ്ഞുങ്ങളിൽ നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ പരമപ്രധാനമായ കർത്തവ്യം. അതിലേക്കുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ എല്ലാ കാലത്തും അവരുടെ പ്രയാസങ്ങളും സന്തോഷവും വിഷമങ്ങളും എല്ലാം തന്നെ അവർ ഗുരുവിനോട് പറയും. നമ്മളോട് മാത്രമല്ല, അത് പക്ഷെ നമ്മളോടായിരിക്കില്ല. വളരുംതോറും അവർ മാതാപിതാക്കളോടാവണമെന്നില്ല പറയുന്നത്. അവർ പക്ഷെ ഗുരുവിനോട് പറയും. ഗുരുവിലുള്ള വിശ്വാസത്തിൽ അവർ ചെന്ന് ചോദിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തുകൊള്ളും. സന്തോഷമായാലും വിഷമമായാലും എല്ലാം അവർക്ക് ആശ്രയിക്കാനായി ഗുരുവുണ്ടെന്നുള്ള വിശ്വാസം അവരിൽ വരും. ഇന്നത്തെ പുതുതലമുറയിലുള്ള പല ആളുകളും പല മദ്യപാനത്തിലേക്കും അല്ലെങ്കിൽ ലഹരി മരുന്നിലേക്ക് ആശ്രയിക്കുന്നു. അതിലൊരു ആശ്രയമാണ് അവിടെയുള്ളത്. കാരണം അവർക്ക് മറ്റാരെയും ആശ്രയിക്കാൻ കഴിയില്ല എന്നുള്ള തോന്നലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പരയിൽ എന്നും എക്കാലത്തും ഗുരുവിൽ ആശ്രയിച്ച് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്റെ കുഞ്ഞും നമ്മുടെ കുഞ്ഞുമല്ലാതെ നിൽക്കുന്ന അവസരത്തിൽ അവരും അവരുടെ വരും തലമുറകളും എല്ലാ തലമുറകളും അവർക്ക് ആശ്രയിക്കുവാനായി എന്നും എപ്പോഴും എല്ലായ്പ്പോഴും ഗുരുവുണ്ട് എന്നുള്ള തീർച്ച വരികയും തലമുറകളിലേക്ക് അത് തെളിഞ്ഞു നിൽക്കുകയും ചെയ്യും. ഗുരു പറയുന്നത് അച്ഛനും അമ്മയും മക്കളും അതുപോലെ ഭർത്താവും ഭാര്യയുമായിട്ട് വളർത്തിയെടുക്കുന്ന ജീവന്റെ പുണ്യ ദിനങ്ങളായിരിക്കണം നിങ്ങളുടെ ജീവിത കാലഘട്ടം. ആ രീതിയിലുള്ള ഒരു പുണ്യദിനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഗുരുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. ഈ ജീവിത കാലഘട്ടത്തിലൂടെ നമുക്കും വരുന്ന തലമുറകൾക്കും ഉള്ള നിയോഗങ്ങളിലെ ഭാഗമാകാനും നന്മ പകരുവാനും ഭാഗ്യം പകരുവാനും ഗുരുവിന്റെ സ്നേഹവും വിശ്വാസവും എല്ലായ്പ്പോഴും നമുക്ക് തലമുറകളിലേക്ക് കൈമാറി മുന്നോട്ട് പോകുവാനും ആ നിയോഗങ്ങൾ നിവർത്തിച്ചെടുക്കുവാനായി ഗുരു നൽകുന്ന ഗുരുവിന്റെ ത്യാഗത്തെ ആ സ്നേഹത്തിന് മുന്നിൽ ഇന്നും നമ്മൾ ശിരസ്വരായി നമുക്ക് മുന്നോട്ട് പോകുവാനും കഴിയട്ടെ എന്നും എല്ലാ രീതിയിലുള്ള കാരുണ്യവും ഗുരുവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവിന്റെ തൃപ്പാദ പത്മങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവീശ്വരൻ. നന്ദി ഡോക്ടർ കിരൺ. മുഖ്യപ്രഭാഷണത്തിനായി ശാന്തിഗിരി ആത്മവിദ്യാലയം ഹെഡ് സമാദരണീയ ജനനി കൃപാജ്ഞാന തപസ്വിനിയെ ക്ഷണിക്കുന്നു. ഗുരുനാമത്തിൽ ക്ഷണിക്കുന്നു. ശരണം. കേൾക്കാമോ സ്വപ്ന ടീച്ചർ? കേൾക്കാൻ ജന്നി. എല്ലാമായ ഗുരുവിനെ നമിച്ചുകൊണ്ട് അഭിവദ്യ ശിഷ്യപൂജയെ സ്മരിച്ചുകൊണ്ട് ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്റർ ഡോക്ടർ കിരൺ സർ, സ്വപ്ന ശ്രീനിവാസൻ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഇന്നിവിടെ നമ്മള് ഗുരുഗാന്ധിയിലെ കുഞ്ഞുങ്ങൾക്ക്, ആ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കൾക്ക്, എല്ലാവരും ഒരു കണക്കിന് രക്ഷകർത്താക്കളാണ്.
അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പിന് വേണ്ടിയുള്ള മീറ്റിംഗ് നമ്മൾ സംഘടിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിനുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതിന് പറയുന്നതിന് മുമ്പ് ഞാനൊരു കൊച്ചു കഥയിലൂടെയാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നല്ല, ഒരു കുഞ്ഞു കഥയുടെ കുറച്ചു ഭാഗം മാത്രം. ഒരാട്ടിടയൻ പർവ്വത നിരകൾക്കിടയിലേക്ക് തന്റെ ആടുകളെയും കൊണ്ട് വലിയൊരു കുന്നിൻപുറത്തേക്ക് ആടുകളെ മേയ്ക്കാൻ പോകുന്ന ഒരു ആട്ടിടയൻ. ഇങ്ങനെ സമയം സന്ധ്യയായി, ഇരുട്ടായി. ആ സമയത്ത് ഈ ആട്ടിടയൻ തന്റെ ആടുകളെ എല്ലാം മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതിനായിട്ട് അദ്ദേഹം ആ ഗുഹയിൽ തന്റെ ആട്ടിൻകുട്ടികളെ എല്ലാം ഗുഹയിലേക്ക് കയറ്റും. എന്നിട്ട് അദ്ദേഹം ആ ആട്ടിടയൻ ആ ഗുഹയുടെ പുറത്തായിട്ട് കിടക്കും, ആ ഗുഹയുടെ വാതിൽക്കലായിട്ട്. അപ്പൊ അദ്ദേഹം ആ ഗുഹയുടെ വാതിൽക്കൽ കിടക്കുന്നത് രണ്ടുദ്ദേശമായിരുന്നു അദ്ദേഹത്തിനുള്ളത്. ഒന്ന്, തന്റെ ആട്ടിൻകുട്ടികളിൽ ഒരെണ്ണം പോലും കാടിന്റെ മാസ്മരികമായ സംഗീതമൊക്കെ കേട്ട് അപകടത്തിലേക്ക് ഇറങ്ങിപ്പോവരുത്, താൻ അറിയാതെ ഇറങ്ങിപ്പോവരുത്. രണ്ടാമത്തെ ഒരു കാര്യം, താൻ അറിയാതെ പുറത്തുനിന്ന് ഒരു ജന്തുക്കളും അകത്ത് കയറി തന്റെ ആട്ടിൻകുട്ടികളെ കൊന്നു തിന്നരുത്, അവര് ഉപദ്രവിക്കരുത്. ഇങ്ങനെ രണ്ട് ലക്ഷ്യമായിരുന്നു ആ ഗുഹയുടെ കുറുകെ കിടന്ന ആട്ടിടയന് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പല പാരന്റ്സും നമ്മളിപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കും ഇതുപോലെ നമ്മളും ഒരുപാട് ബോധേഡാണ് അല്ലെ. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളറിയാതെ ആപത്തുകളിൽ ചെന്ന് പെടുന്നതെല്ലാം നമ്മൾക്ക് വളരെയധികം നമ്മളെ ആകുലതപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഗുരു ഏറ്റവും കൂടുതൽ നമ്മളോട് ഗൃഹസ്ഥാശ്രമികളോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഒരു നല്ല ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ച് എങ്ങനെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്താമെന്ന് ഗുരു നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര മണിക്കൂറുകൾ സംസാരിച്ചാലും അത് തീരാത്തത്ര നമുക്ക് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ ഗുരു പറഞ്ഞ ഒരു ഗുരുവാണിയെ മാത്രം ഇവിടെ പരാമർശിച്ചൊന്ന് അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് സ്വപ്ന ടീച്ചർ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വായിച്ച ഗുരുവാണി തന്നെ എടുക്കാന്നാണ് ഞാൻ കരുതുന്നത്. മക്കൾക്ക് വേണ്ടി ധനം സമ്പാദിച്ചു വെക്കുന്നതിനേക്കാൾ അവരെ കർമ്മശേഷിയുള്ളവരാക്കി വളർത്തുന്നതാണ് നല്ലത്. ആ ഒരു ഗുരുവാണിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഗുരുവാണിയാണിത് അല്ലേ. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. ഇപ്പം ശരിക്കും നമ്മള് ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചു വരുമ്പം ഇപ്പോഴൊക്കെ എല്ലാവരും എന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈഫ് സ്കിൽ എന്നൊക്കെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഈ കാര്യങ്ങൾ ഈ ഗുരു പറഞ്ഞ ഈ ഗുരുവാണിയെ അടിവരയിട്ടിട്ടാണ് അതിലെല്ലാം കുഞ്ഞുങ്ങളെ വളർത്തുന്നതും അവരെ ലൈഫ് സ്കിൽ അല്ലെങ്കിൽ ജീവിത നൈപുണ്യം പഠിപ്പിക്കുന്നതും എല്ലാം ഈ ഗുരു പറഞ്ഞ കാര്യത്തിന്റെ ബേസിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മളിപ്പം ഗുരു 1977 ഫെബ്രുവരി മാസമാണ് ശാന്തിഗിരിയിലെ ആദ്യത്തെ മാസിക ഇറങ്ങിയത്. അപ്പൊ അതുവഴി നമ്മൾ ഗുരുവാണികളായിട്ട് കേട്ടിട്ടുള്ള ഗുരുവാണികളാണ് ഇതെല്ലാം. അതിനു മുമ്പേ ഗുരു ആളുകളോട് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അത്രയും വർഷങ്ങൾ മുൻപേ നമ്മുടെ ഗുരു പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ ഇത്രയും നമ്മളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ചിന്തകളും ഒക്കെ ഇത്രയും ഉന്നമനത്തിൽ വന്നതിന് ശേഷവും ആളുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പോലുള്ള കാര്യങ്ങളിൽ പോലും ഏറ്റവും കൂടുതൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലൈഫ് സ്കിൽ ഡെവലപ്മെന്റിനൊക്കെ ആ കാര്യങ്ങൾ പോലും ഗുരു പറഞ്ഞ ഈ ഒരു ഗുരുവാണിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഗുരു പറഞ്ഞത് കുട്ടികൾക്ക് വേണ്ടി ധനം സമ്പാദിച്ചു വെക്കുന്നതിനേക്കാൾ അവരെ കർമ്മശേഷിയുള്ളവരാക്കി വളർത്തുന്നതാണ് നല്ലതെന്നാണ് നമ്മുടെ ഗുരു പറഞ്ഞത്. എന്താണ് ഈ കർമ്മശേഷിയുള്ളവരാക്കി കുട്ടികളെ എങ്ങനെയാണ് വളർത്തിയെടുക്കാന്ന് ആരെങ്കിലും ഒന്ന് പറയുമോ? എന്താ നമ്മൾ മനസ്സിലാക്കി വെച്ചതെന്നൊന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും? സ്വപ്ന ടീച്ചറെ. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയോ? സദ്ഗുരുവേഷനന്ദൻ
പറഞ്ഞോളൂ. സദ്ഗുരുശർമ്മ പറയോ? ധർമാനുസൃതമായി പ്രവർത്തിക്കാനുള്ള അറിവുണ്ടാവുക ഉള്ളതാണ് എനിക്ക് മനസ്സിലായത്. എല്ലാ തരത്തിലും കർമ്മശേഷിത്വം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ മാത്രമല്ല, നമ്മുടെ മാനസികമായും എന്താണോ ധർമ്മം അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു അറിവും കഴിവും ഉണ്ടാവുക എന്നുള്ളത്. സുനന്ദ പറഞ്ഞു, നമ്മള് ജോലി ചെയ്യാനുള്ള ശേഷിത്വം മാത്രമല്ല, മാനസികമായിട്ടും എല്ലാം ധർമാനുസൃതമായിട്ട് ജീവിക്കാനുള്ള ശേഷിത്വം ഉണ്ടാകണം. കറക്റ്റാണ് സുനന്ദ പറഞ്ഞോണം. നമ്മുടെ കർമ്മശേഷിത്വം എന്ന് പറഞ്ഞാല് ാക്കിയിട്ട് കുട്ടികളെ വളർത്തണമെന്നാണ് ഗുരു പറഞ്ഞത്. അതിൽ 4 തരം ശേഷിത്വങ്ങളാണ് പ്രധാനമായിട്ടും കുട്ടികൾക്ക് വളർത്തേണ്ടത്. ഒന്നാമത് കുട്ടികളുടെ ശാരീരിക ശേഷിത്വം, രണ്ടാമത് അവരുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയും, മാനസിക ശേഷിത്വം. അടുത്തത് നമ്മളുടെ വൈജ്ഞാനിക ശേഷിത്വം എന്ന് പറയും, നമ്മൾ കോഗ്നിറ്റീവ് സൈഡ് എന്ന് പറയും, അതിന്റെ ഡെവലപ്മെന്റ്. പിന്നെ അവരുടെ മോറൽ സൈഡിന്റെ ഡെവലപ്മെന്റ്, ധാർമ്മികമായ ശേഷിത്വം. ഈ 4 കാര്യങ്ങളാണ് ഒരു കുട്ടിയിലെ കർമ്മശേഷിത്വമായിട്ട് വളർത്തിയെടുക്കേണ്ട. ഈ 4 ശേഷിത്വങ്ങൾ വളർത്തിയെടുക്കുമ്പോഴാണ് ഒരു കുട്ടി ഒരു കർമ്മശേഷിത്വം ഉള്ള കുട്ടിയായിട്ട് വരിക. നമ്മൾ വിചാരിക്കും ഈ 4 കാര്യങ്ങൾ, പക്ഷെ അത് എളുപ്പമുള്ള കാര്യമല്ല. ഓരോന്നും അതിൻ്റെതായ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് സമയം വെച്ച് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് കർമ്മശേഷിത്വത്തിൽ നമ്മൾ ശാരീരിക ശേഷിത്വം വളർത്തുന്ന കാര്യം. അപ്പം ഈ സമയത്ത് ഞാൻ ഇന്നലെ വായിച്ച ഒരു ഗുരുവാണി ഞാനൊന്ന് ഇവിടെ വായിക്കാൻ, ഇന്നലെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്ന ഗുരുവാണി ഒന്ന് ഇവിടെ വായിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഇന്നലത്തെ ഗുരുവാണി ഇതായിരുന്നു: കുട്ടികളെ ശരിയായ മാർഗത്തിലൂടെ വളർത്തിയെടുക്കണം. അത് രാജ്യത്തിന്റെ ഉന്നതിക്ക് ഒരു അവശ്യ ഘടകമാണ്. അവർ പ്രായമായി കഴിയുമ്പോൾ അവരുടെ തൊഴിലിന് വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വയം തന്നെ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തുന്നതിനുള്ള വഴികൾ മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കണം. ഇതായിരുന്നു നമ്മളുടെ ഇന്നലത്തെ ഗുരുവാണി നമ്മളുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നത്. ഇത് തന്നെയാണ് ഈ ശാരീരിക ശേഷിത്വം എങ്ങനെ അതാണ് ഈ ഗുരുവാണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാരീരിക ശേഷിത്വം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ശാരീരികമായ കഴിവുകള്, തൊഴിൽ സംബന്ധമായ കഴിവുകൾ, അതുപോലെ അതിന് സർഗാത്മകമായ കഴിവുകൾ. ഈ ശേഷിത്വം എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മള്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും പുതിയ കാര്യങ്ങളൊന്നും അല്ല. നമ്മുടെ പുരാണങ്ങളിലൊക്കെ നോക്കിയാൽ ഇതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളും അല്ല. അപ്പൊ നമ്മുടെ മഹാഭാരതത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു ശുചാത്മൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ചിലരൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതിൽ പറയുന്ന എന്താന്ന് വെച്ചാൽ, ഈ ശുചാത്മൻ എന്ന് പറയുന്ന കുട്ടി വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. വളരെ ബാക്കി കുട്ടികളെ പോലെ ഒച്ചയും ബഹളവും ഒന്നുമില്ല, സദാസമയം ചിന്തയാണ്. ബാക്കി കുട്ടികളെ പോലെ ഓടാനും ചാടാനും കളിക്കാനും അങ്ങനെ ഭയങ്കര ഉല്ലസിച്ച് നടക്കുന്ന കുട്ടിയൊന്നല്ല. അപ്പോ ആ കുട്ടിയുടെ രക്ഷകർത്താക്കളെ ചിന്തിക്കുകയാണ്. ഈ കുട്ടി അവര് നോക്കുമ്പോ, രക്ഷകർത്താക്കൾ നോക്കുമ്പോ ബാക്കി കുട്ടികളെ പോലെ ഭയങ്കര വൈബ്രന്റ് ആയ ഒരു കുട്ടിയല്ല, ആക്റ്റീവ് അല്ല. അപ്പൊ ഈ രക്ഷകർത്താക്കൾ വിചാരിക്കുകയാണ്, നമ്മളുടെ ആ രക്ഷകർത്താക്കൾ ചിന്തിക്കുമ്പോ അവർക്ക് മനസ്സിലാവും ഈ കുട്ടി എപ്പോഴും ചിന്തയാണ്, ഭയങ്കര ചിന്താശേഷി ഈ കുട്ടിക്ക് ഉണ്ടാവും. അപ്പൊ ആ രക്ഷകർത്താക്കൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ഈ കുഞ്ഞിനെ ഒരു ഗുരുവിനെ ഏൽപ്പിക്കും. അപ്പോ എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ കഴിവുകളെ രക്ഷകർത്താക്കൾ തിരിച്ചറിഞ്ഞാലും അത് ഗുരുവിന്റെ മാർഗത്തിലൂടെ അത് വളർത്തിയെടുക്കാൻ, ഗുരുവിന്റെ നിർദ്ദേശത്തിലൂടെ അവൻ എന്താണോ വേണ്ടത്, അവന്റെ ജീവന് അനുയോജ്യമായത് ഏത് ഗുണമാണോ അത് ആ രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് അവർ ഒരു ഗുരുവിനെ ഏൽപ്പിക്കും. അപ്പൊ ആ ഗുരു ഈ കുഞ്ഞിന്റെ ചിന്താശേഷി മനസ്സിലാക്കിയിട്ട് ഇതിനെ വേദങ്ങളും ജ്ഞാനം അവന് കൊടുക്കുകയാണ്, ജ്ഞാനമാർഗം പകർന്നു കൊടുക്കുവാണ്. അങ്ങനെ ഈ കുഞ്ഞ് വളർന്ന് വലിയ വലിയ പണ്ഡിതന്മാർക്ക് പോലും ഉപദേശകനാവുന്ന രീതിയിൽ ഈ ശുചാത്മൻ എന്ന് പറയുന്ന കുഞ്ഞ് ഉയർന്നു വരികയാണ്. വേറൊരു ഉദാഹരണം ഇതുപോലെ കുഞ്ഞിന്റെ ശാരീരിക ശേഷിത്വം വളർത്തിയെടുത്ത, തൊഴിൽപരമായ ശേഷിത്വം വളർത്തിയെടുത്തതിന് ഒരു ഉദാഹരണോടെ ഞാൻ പറയാണ്. നമ്മളുടെ ഹനുമാന്റെ മാതാവ് അഞ്ജനാദേവി. ഹനുമാൻ ഇതുപോലെ
ചെറുപ്പത്തില് ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ഹനുമാൻ ഭയങ്കര വികൃതിയായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്, സൂര്യനെ ഒരു പഴമാണെന്ന് കരുതി പിടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ചാടിയ ഹനുമാന്റെയൊക്കെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും ശല്യമായ രീതിയിൽ ഒരു ഭയങ്കര വൈബ്രന്റ് ആയ കുട്ടിയായിരുന്ന സമയത്ത് ഹനുമാനെ ഒരു ദേവൻ ശപിക്കുകയാണ്. നിന്റെ ഈ കഴിവുകളൊക്കെ നിന്നിൽ തന്നെ ഒതുങ്ങിപ്പോട്ടെ. നിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഒരു ഗുരു നിന്റെ ഈ കഴിവുകളെ ഓർമ്മപ്പെടുത്തുന്നത് വരെ നിന്റെ ഈ കഴിവുകള് നിന്നിൽ മാത്രം ഒതുങ്ങിപ്പോട്ടെ എന്ന് ശപിക്കുവാണ്. ആ സമയത്ത് ഹനുമാൻ ഇതുപോലെ ഹനുമാന്റെ എല്ലാ കഴിവുകളും ഹനുമാൻ മറന്നുപോയി. കുഞ്ഞായ ബാലഹനുമാൻ മറന്നുപോയി എന്നാണ് പറയുന്നത്. പക്ഷെ ഉള്ളിൽ നല്ല കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ഹനുമാന്റെ അമ്മ അഞ്ജനാദേവിക്ക് അറിയായിരുന്നു. അപ്പൊ ഈ മാതാവ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, സമയമായപ്പം ഈ ഹനുമാനെ ഒരു ഗുരുവിനെ ഏൽപ്പിക്കുവാണ്. അവനിൽ എന്ത് കഴിവാണോ ഉള്ളത് അത് നല്ല രീതിയിൽ വളർന്നു വരാൻ, ലോകത്തിന് ഉതകുന്ന രീതിയിൽ ആ കുഞ്ഞിന്റെ കഴിവുകൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒരു ഗുരുവിനെ ഏൽപ്പിക്കുവാണ് ഹനുമാനെ. ആ ഗുരുവാണ് യഥാർത്ഥത്തിൽ ഹനുമാന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ ഹനുമാന് തന്നെ ബോധ്യപ്പെടുത്തി അവന്റെ ശാരീരിക ശേഷിത്വത്തെ വളർത്തി അവസാനം രാമന്റെ സേവകനായിട്ട് ഹനുമാന്റെ ആ കഴിവുകളെ ഉപയോഗിക്കുകയാണ്. അപ്പൊ ആ മാതാപിതാക്കൾ എങ്ങനെ ഗുരുവിന്റെ നിർദ്ദേശത്താൽ ഒരു കുഞ്ഞിന്റെ തൊഴിലിന് വേണ്ട മാർഗങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ശേഷിത്വം വളർത്തിയെടുത്ത് അവനെ ദൈവത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാനായിട്ട് ആ രീതിയിൽ അവനെ പര്യാപ്തനാക്കി എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കേൾക്കാമോ ടീച്ചറെ? സ്വപ്ന ടീച്ചറെ കേൾക്കാം ജെന്നി. എന്തോ ഇഷ്യൂണ്ട്. അപ്പം അതാണ് നമ്മള് ശാരീരിക ശേഷിത്വം വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സുനന്യ പറഞ്ഞോണം, രണ്ടാമത് നമ്മൾക്ക് വൈകാരിക ശേഷിത്വം എന്ന് പറയും. നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്നും നമ്മളിപ്പം പറയുന്നുണ്ട്. ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് അതിലൊക്കെ അവർ പറയുന്നുണ്ട്. ഇതാണ് ഗുരു പറഞ്ഞ കർമ്മശേഷിത്വത്തില് അടുത്ത കാര്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ്. കുട്ടികളുടെ വൈകാരിക ശേഷിത്വം എങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ള കാര്യം. ഈ വൈകാരിക ശേഷിത്വം വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ശരിക്കും പറയാറുണ്ട്, അത് ഭയങ്കര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരു കുട്ടിയുടെ ഇമോഷണൽ ഇന്റലിജൻസ്, അവന്റെ സ്വഭാവത്തിലുള്ള അവന്റെ വിവിധ ഭാഗങ്ങള്, അഹങ്കാരം, അതുപോലെ തന്നെ ദേഷ്യം, ഇതുപോലെ നമ്മുടെ പലതരത്തിലുള്ള ഇമോഷൻസ് ഇല്ലേ, അതെല്ലാം വളർത്തിയെടുക്കുക. ഒരു കുഞ്ഞിന്റെ ജീവനിലുള്ള വാസനകൾ ഉണ്ടാവും, പക്ഷെ വെറുതെ വാസനയുള്ള കുട്ടിയാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ വളർത്തുന്നത് നല്ല രീതിയിലല്ലെങ്കിൽ അതൊരിക്കലും നേരായ വഴിയിൽ വരൂല. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കണം. അതാണ് നമ്മൾ കർമ്മശേഷിത്വത്തിൽ വളർത്തിയെടുക്കുന്നതിന്റെ അടുത്ത ഒരു ഭാഗം എന്ന് പറഞ്ഞാല്. അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാല്, നമ്മളുടെ ദുര്യോധനന്റെ ജനന സമയത്ത് ഈ ഒരുപാട് ബാഡ് ഒമൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് അപസൂചനകള് വരും. എന്ന് വെച്ചാല് വ്യാസ മഹർഷിക്ക് ഇത് ഭയങ്കര ജ്ഞാനിയായ മഹർഷി ആയതുകൊണ്ട് വ്യാസ മഹർഷി മനസ്സിലാക്കും ഇതിനെ. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് അന്തരീക്ഷത്തിൽ ഒരു മിന്നൽ പിണർ പോലെ കണ്ടു, അതുപോലെ മൃഗങ്ങളൊക്കെ ഓരിയിടാൻ തുടങ്ങി, അങ്ങനെയൊക്കെ ഭയങ്കരമായ അപശകുനങ്ങൾ ഈ ദുര്യോധനന്റെ ജനന സമയത്ത് ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ വ്യാസന് ഗുരു ആയിരുന്നല്ലോ. അപ്പം വ്യാസ ഭഗവാൻ ദുര്യോധനന്റെ പിതാവിനോട് പറയുന്നുണ്ട്, ധൃതരാഷ്ട്രനോട് പറയുന്നുണ്ട്, ഈ കുഞ്ഞ് ഇതിന്റെ ജനന സമയത്തുള്ള സൂചനകള് ഭയങ്കര മോശമാണ്. അപ്പൊ ഈ കുഞ്ഞിന്റെ വൈകാരികമായ കാര്യങ്ങൾ, അതാണ് നമ്മൾ പറഞ്ഞ ഇമോഷണൽ ഇന്റലിജൻസ്. ആ കാര്യങ്ങൾ, ആ കുഞ്ഞിന്റെ വികാരങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ കുഞ്ഞ് നമ്മളുടെ രാജ്യത്തിന് തന്നെ അപകടകാരിയാവുന്ന വ്യാസ ഭഗവാൻ ഒരു സൂചന കൊടുക്കുന്നുണ്ട്.
അപ്പം ആ സൂചന ഇതുപോലെ തന്നെ ഗുരുവും നമ്മൾക്ക് പല രക്ഷകർത്താക്കൾക്കും പല കുട്ടികളുടെ സ്വഭാവത്തിനെ കുറിച്ചുമൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരാറുണ്ട്, ചില സൂചനകൾ തരാറുണ്ട്. പക്ഷെ ധൃതരാഷ്ട്രം മകനോടുള്ള അമിതമായ സ്നേഹത്തില് വ്യാസന്റെ വാക്കുകളൊക്കെ മറന്നുപോയി അവന്റെ സ്വഭാവത്തിനെ, അവന്റെ ഇമോഷൻസിനെ നേരായ വഴിക്ക് തിരിച്ചു വിടാതിരുന്നതിന്റെ ദുരന്ത ഫലങ്ങളും പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഈ കുട്ടികളുടെ വൈകാരിക ശേഷിത്വം വളർത്തിയെടുക്കുന്ന കാര്യത്തില് നമുക്ക് ഇതുപോലെ പുരാണത്തില് നമുക്കുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ദ്രൗപദി. പഞ്ചപാണ്ഡവരെ, ഉപപാണ്ഡവർ എന്നാണ് അവരെ വിളിക്കുന്നത്. ദ്രൗപദി പഞ്ചപാണ്ഡവരെ വളർത്തിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മളിപ്പോ പറയും നമുക്കൊക്കെ നമ്മൾക്ക് തന്നെ മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാ കുട്ടികളുടെ വൈകാരിക ശേഷിത്വം ഒക്കെ വളർത്തിയെടുക്കുക, നമ്മൾക്ക് എങ്ങനെയാ പറ്റുക എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമുക്കറിയാം ദ്രൗപദി എന്ന് പറയുന്നത് അവര് വനവാസം, അജ്ഞാതവാസം, അതുപോലെയുള്ള സഭയിൽ നേരിട്ട വസ്ത്രാക്ഷേപം പോലുള്ള അതിഭീകരമായ രീതിയിലുള്ള അപമാനങ്ങള് ഇതെല്ലാം സഹിച്ചൊരു സ്ത്രീയാണ്. പക്ഷെ ദ്രൗപദി അവരെ വളർത്തി അവരുടെ മാനസിക ശേഷിത്വം, ഇമോഷണൽ ഇന്റലിജൻസ് അത് വളർത്തിയെടുക്കാൻ ദ്രൗപദി ശ്രമിച്ചതിനെ കുറിച്ചിട്ട് നമ്മൾ അതിന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ദ്രൗപദി കുട്ടികളോട് പറയുന്നുണ്ട്, ഇപ്പം കൗരവരോട് യുദ്ധം ചെയ്യുക, ആ യുദ്ധമാണ് അവരെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് അവരുടെ പിതാക്കന്മാരൊക്കെ കാണുന്നത്. പക്ഷെ ദ്രൗപദി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാല് നിങ്ങൾ യുദ്ധം ജയിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്വന്തം മനസ്സിനെ ജയിക്കാൻ പഠിക്കണം. കോപം, അഹങ്കാരം, അസൂയ, മറ്റുള്ളവരോടുള്ള എന്നുവെച്ചാൽ അവരോടുള്ള വെറുപ്പ്, ഇങ്ങനെയുള്ള മനസ്സിന്റെ വികാരങ്ങളെ ജയിക്കാനാണ് കുഞ്ഞുങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. യുദ്ധമൊക്കെ പിന്നീട്, അതൊക്കെ ജയിക്കുന്നത് നമ്മൾക്ക് പിന്നീട് പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ദ്രൗപദി, ഞാനിവിടെ ചുരുക്കി പറയാണ്, നമ്മുടെ സമയം കുറവാന്നറിയാവുന്നതുകൊണ്ട്. അങ്ങനെ ദ്രൗപദി ആ കുട്ടികളുടെ ഇമോഷണൽ ഇന്റലിജൻസ് വൈകാരികമായിട്ട് വളർത്തിയെടുക്കാൻ ആ ഒരു അമ്മ ഇത്രയും അപമാനത്തിലും കഷ്ടപ്പാടുകളുടെ ഇടയിലും ശ്രമിച്ച ഒരു കാര്യമുണ്ട്. എന്നിട്ട് ആ സമയത്ത് നമ്മളുടെ ഭീമൻ പറയുന്നുണ്ട്, നമ്മുടെ ദ്രൗപദി നമ്മൾക്ക് സിംഹക്കുട്ടികളെയാണ് വളർത്തിയെടുത്തത് യഥാർത്ഥത്തില്. അപ്പൊ ശരിക്കും അവര് നമ്മൾക്ക് എന്നും ഒരു അസറ്റാണെന്ന് ഭീമൻ പറയുന്നുണ്ട്. അത്രയും കൂടുതലായിരുന്നു അവര് കുട്ടികളുടെ വൈകാരിക ശേഷിത്വം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവര് ശ്രമിച്ചത്. അപ്പൊ നമുക്ക് ഇതുപോലെ ഈ ഗുരു പറഞ്ഞ ഈ ശേഷിത്വങ്ങളില് വൈകാരിക ശേഷിത്വമൊക്കെ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കും പറ്റുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് അമ്മമാർക്ക് ഇപ്പൊ നമ്മൾ ജോലികളുടെയൊക്കെ ഇടയിലാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്ന് വെച്ചാല് നമ്മളുടെ കുട്ടികളുടെ സ്വന്തം ഭാവങ്ങൾ അവർക്ക് തിരിച്ചറിയാനും അതിനെ നിയന്ത്രിക്കാനും, അതുപോലെ സാമൂഹ്യ പെരുമാറ്റം മീൻസ് അവർക്ക് നല്ല രീതിയിൽ സാമൂഹ്യ പെരുമാറ്റം പുലർത്താനും ഒക്കെ കഴിയുന്ന ഒരു കഴിവാണ് ഈ നമ്മളുടെ മാനസിക ശേഷിത്വം, നമ്മുടെ വൈകാരിക ശേഷിത്വം വളർത്തിയെടുക്കാൻ നമ്മൾക്ക് പറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ നിത്യജീവിതത്തിൽ തന്നെ നമുക്ക് പറ്റുന്ന കുറേ കാര്യങ്ങള്. അപ്പൊ നമുക്ക് കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്ക് ഗുരു എപ്പോഴും പറയാറുണ്ട്, നമുക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന കാര്യം കുട്ടികൾക്ക്. ഗുരു പറയാറുണ്ട്, കുട്ടികൾക്ക് മഹാത്മാക്കളുടെയൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഒരിക്കലും യുദ്ധ കഥകളൊന്നും കുട്ടികൾക്ക്, അതുപോലെ വയലൻസ് ഉള്ള കഥകളൊന്നും, ഗഡോൽക്കജ കഥകളും യുദ്ധ കഥകളും ഒന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത്. ന്മാരുടെ ജീവിതവും അതുപോലെ സദ്ഗുണ പാഠങ്ങളും ഒക്കെ കുട്ടികൾക്ക് ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് ഗുരുവാണിയിൽ പറഞ്ഞത് നമുക്കറിയാം. ഇപ്പൊ ഇതുപോലെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാം, കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചോദിക്കാം ആ കുട്ടികളോട് നമുക്ക് ഓരോ ദിവസങ്ങളിൽ നമ്മൾ കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഒരു തെറ്റ് ചെയ്യുമ്പോൾ നീ ഇപ്പോ ഈ കാര്യം ചെയ്തത് തെറ്റാ, പക്ഷെ എനിക്ക് തോന്നുന്നു നിനക്ക് ആ തെറ്റ് മനസ്സിലായി, ഇനി നീ നാളെ നല്ല രീതിയിൽ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അതുപോലെ കുട്ടികളുടെ അടുത്ത് ചോദിക്കാം. മോന്റെ ഇപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പം അടുത്തുള്ളൊരു കുട്ടി അത് നമുക്ക് ഒരു ചീത്ത വാക്ക് പറയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് ആ കുട്ടിയോട് നമ്മൾ എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ചോദിക്കാൻ പറ്റും. അതുപോലെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ വിവേകാനന്ദന്റെ
വിവേകാനന്ദന്റെ അമ്മ ഭുവനേശ്വരി ദേവി. അപ്പം വിവേകാനന്ദൻ ഒരു ദിവസം അമ്മയോട് പറയും, ഒരു കളിച്ചുകൊണ്ടിരിക്കുമ്പം കൂട്ടുകാർ തമ്മിൽ വഴക്കായി അവസാനം വിവേകാനന്ദൻ, നരേന്ദ്രൻ എന്നാണല്ലോ അന്നത്തെ പേര്. അപ്പം നരേന്ദ്രൻ പറയാണ്, ഇനി ഞാൻ ഈ കൂട്ടുകൂടില്ല, എൻ്റെ അടുത്ത് കൂട്ടുകൂടാനെങ്കിൽ ഞാൻ വരില്ല എന്നിട്ട് വഴക്കിട്ട് വീട്ടിൽ വരും. അപ്പം വീട്ടിൽ വരുമ്പം ഈ കുഞ്ഞു നരേന്ദ്രന്റെ മുഖം കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലാവും ഇന്ന് എന്തോ ഒരു പന്തികേടുണ്ടെന്ന് തോന്നും. അപ്പോൾ ആ അമ്മ ചോദിക്കുകയാണ്, എന്ന് എന്താണ് പറ്റിയെന്ന് അമ്മ ചോദിക്കുമ്പം വിവേകാനന്ദൻ കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പം അമ്മ പറയാണ്, മോൻ ഇന്ന് ആ കൂട്ടുകാരനോട് ആ രീതിയിൽ പെരുമാറുന്നതിന് പകരം നീ അവനോട് സ്നേഹമായിട്ട് അവന്റെ തെറ്റ് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ ഒന്ന് ആലോചിച്ചു നോക്കാൻ പറയും. അപ്പം നരേന്ദ്രൻ പറയും, ശരിയാണ് അമ്മേ, ഞാൻ ആലോചിച്ചു നോക്കി. അപ്പോ ഞാൻ അങ്ങനെ അവനോട് ദേഷ്യപ്പെടേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. നല്ല രീതിയിൽ അവനെ സ്നേഹത്തോടെ എനിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. അടുത്ത തവണ കൂട്ടുകാർ തമ്മിൽ വഴക്കിടുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാം അമ്മേ എന്ന് നരേന്ദ്രൻ പറയുന്ന ഒരു ഭാവമുണ്ട് ഭുവനേശ്വരി ദേവീന്റെ അടുത്ത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടികളുടെ വൈകാരിക ശേഷിത്വം വളർത്തിയെടുക്കുക. അവരോട് നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മൾ മോനൊന്ന് ഓർത്തു നോക്കുകയും അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് എങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നാവൂലായിരുന്നോ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പം ശരിക്കും എന്ന് പറഞ്ഞാല് ഈ നമ്മളെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ എഡ്യൂക്കേഷനിൽ പറയുന്നതെന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് ഇമോഷണൽ ജേർണൽസ് എഴുതിക്കണമെന്ന് പറയും. ഇമോഷണൽ ജേർണൽസ് എന്ന് വെച്ചാല് ഈ ഇമോഷണൽ ജേർണൽസ് എഴുതുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ 84 ആദ്യത്തെ ദീക്ഷ സന്യാസിമാർക്ക് കൊടുത്തത് ആദ്യത്തെ ദീക്ഷ. ആ സമയം മുതൽ ഗുരു ചെയ്യിപ്പിച്ചതാണ് ഈ ഇമോഷണൽ ജേർണൽ എന്ന് പറഞ്ഞാല്. ഇന്ന് അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ബ്രഹ്മചാരിയായ സമയത്തും ഞങ്ങളെ കൊണ്ട് ശിഷ്യപൂജ ചെയ്യിപ്പിച്ചതാണ് ഇത്. എന്ന് വെച്ചാല് നമ്മളോട് ഗുരു പറഞ്ഞത്, അല്ലെ ശിഷ്യപൂജ പറഞ്ഞത്, നിങ്ങൾ ഓരോ ദിവസമുള്ള നിങ്ങൾക്ക് മനസ്സിന്റെ ഭാവം നിങ്ങൾ എഴുതി വെക്കണം എന്ന് പറയും. ഒരാളോട് നമ്മൾക്ക് ദേഷ്യം തോന്നിയോ, അതോ അധിക സ്നേഹം തോന്നിയോ, അസൂയ തോന്നിയോ, ഈ മനസ്സിന്റെ ഭാവങ്ങളെല്ലാം നിങ്ങൾ എഴുതി വെക്കണമെന്ന് നമ്മൾ ഇത്രയും മുതിർന്നവരായിട്ട് പോലും നമ്മളോടും ശിഷ്യപൂജ പറയായിരുന്നു. നമ്മുടെ പഴയ ജന്മിമാരെയൊക്കെ കൊണ്ട് ഗുരു ഈ 84 മുതൽ ഗുരു ചെയ്യിപ്പിച്ചതാണ്. ഇതാണ് ഇപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷണലിസ്റ്റ് ഒക്കെ പറയുന്നത്, കുട്ടികളെ കൊണ്ട് അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റിന് ഇമോഷണൽ ജേർണൽസ് എഴുതിക്കാന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഗുരു ചെയ്യിപ്പിച്ച കാര്യങ്ങളാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ ഇതൊക്കെ മുതിർന്നു കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളെ ചെയ്യാൻ അവരെ ഒരുപാട് നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ടി വരും. പക്ഷെ കുഞ്ഞു പ്രായത്തിലെ മോന് ഇന്ന് എന്തൊക്കെ തോന്നി, സ്കൂളിലൊക്കെ പോയപ്പം ടീച്ചർ അടിച്ചപ്പോ ദേഷ്യം തോന്നിയോ, അങ്ങനെ അവൻ എന്തൊക്കെ അതൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞാല് നമുക്ക് പിന്നീട് നാളെ ഒന്ന് എടുത്തു വായിക്കുമ്പോ ആ കുട്ടിക്ക് തന്നെ സ്വയം ഒരു സെൽഫ് അനാലിസിസ് ചെയ്യാൻ പറ്റും. എന്റെ ഈ ഒരു ഭാവം, എന്റെ ഈ ഒരു ഇമോഷൻസ്, അത് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു. അത് ശരിക്കും നമ്മളെ ഗുരുവും നമ്മളെ സന്യാസിമാരെ കൊണ്ടും ഒക്കെ ഗുരു ചെയ്യിപ്പിക്കുന്ന ഭാഗമാണ്. ഇത് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് വളർത്താൻ വേണ്ടിയിട്ട് ഗുരു, അല്ലെങ്കിൽ വൈകാരിക ശേഷിത്വം വളർത്താൻ വേണ്ടിയിട്ട് ഗുരു നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. അടുത്തത്, ഇതിപ്പോ ഞാൻ വളരെ ബ്രീഫായിട്ടാണ് ഓരോ കാര്യവും പറഞ്ഞു പോകുന്നത്. അടുത്തെന്ന് പറഞ്ഞാല് മൂന്നാമത്തേതായിട്ടുള്ള നമ്മൾ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട കാര്യമാണ് നമ്മുടെ വൈജ്ഞാനിക ശേഷിത്വം വളർത്തിയെടുക്കുക എന്ന് പറയും. നമ്മുടെ കോഗ്നിറ്റീവ് മീൻസ് പാർട്ട്. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താശേഷി, കുട്ടികളുടെ നിരീക്ഷണ ശേഷി, ഓർമ്മശക്തി, അതുപോലെ ഓരോ കുട്ടികൾക്കും അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള ഒരു ശേഷി, ഇതൊക്കെയാണ് നമ്മുടെ വൈജ്ഞാനിക ശേഷിത്വം വളർത്തിയെടുക്കാനുള്ള കോഗ്നിറ്റീവ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കർമ്മശേഷിത്വത്തില് മൂന്നാമത്തെ കാര്യമായ വൈജ്ഞാനിക ശേഷിത്വം വളർത്തുന്നതിനുള്ള കാര്യങ്ങളാണിത്. ബുദ്ധിപരമായ കഴിവുകളും സ്വന്തം തീരുമാനങ്ങൾ അവർക്ക് എടുക്കാനുള്ള കഴിവുകളും ഒക്കെ. അപ്പോ അതില് നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാല്, അങ്ങനെയുള്ള ഒരാള്
കൃഷ്ണനും യശോദര നമുക്കറിയാം, ഒരുപാട് അവര് ഒരുപാട് യാദവ കുലത്തിലേക്ക് ഒരുപാട് പശുക്കളെയൊക്കെ വളർത്തുകയും അങ്ങനെ ഭയങ്കര തിരക്ക് പിടിച്ച, നമ്മളെ പോലെ തന്നെ തിരക്ക് പിടിച്ചൊരു അമ്മയായിരുന്നു യശോദര. പക്ഷെ യശോദര കൃഷ്ണൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ കൃഷ്ണൻ യശോദരയോട് ചോദിക്കും. അപ്പൊ യശോദര പക്ഷെ ഒരു ചോദ്യം പോലും അവഗണിക്കാതെ ഏത് ജോലിയുടെ ഉള്ളിലാണെങ്കിലും യശോദര കൃഷ്ണന് ഉത്തരം, ഉണ്ണിക്കണ്ണനല്ലേ, അപ്പൊ കൃഷ്ണന് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെയാണ് യശോദര ഈ കൃഷ്ണന്റെ വൈജ്ഞാനിക ശേഷിത്വത്തിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് യശോദര ശ്രമിച്ചത്. അപ്പൊ ഇതിൽ ഒന്ന് രണ്ട് കാര്യം ഞാൻ വായിച്ചതിൽ എനിക്ക് ഓർമ്മ നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, കൃഷ്ണൻ ചോദിക്കുകയാണ്. ഒരു ദിവസം കൃഷ്ണൻ പറയും, അമ്മേ എനിക്ക് പറക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറയും. അപ്പം പക്ഷെ സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാ പറക്കാൻ പറ്റുക? പറവയൊക്കെ അല്ലേ പറക്കുക എന്ന് പറയാ. പക്ഷെ യശോദര അവര് പറഞ്ഞ എന്താ അറിയോ, ചെറിയ കൃഷ്ണനോട് അവര് പറഞ്ഞു കൊടുത്ത്, മോനെ നിന്റെ മനസ്സിന് ചിറകുകളുണ്ട്, ആ ചിറകുകൾ വെച്ചിട്ട് നിനക്ക് എത്ര വേണമെങ്കിലും പറക്കാന്ന് പറയും. അതുപോലെ ഒരു ദിവസം ഉണ്ണിക്കണ്ണൻ യശോദരനോട് ചോദിക്കാണ്, അമ്മേ ശരിക്കും ദൈവം, നമ്മളെല്ലാരും പറയാറില്ല ദൈവം എപ്പോഴൊക്കെയാ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് ചോദിക്കും. അപ്പൊ എന്തൊക്കെയാണ് ദൈവത്തിന് ഇഷ്ടം, ദൈവം എപ്പോഴൊക്കെയാ നമ്മുടെ കൂടെ ഉണ്ടാവുക അമ്മയെന്ന് ചോദിക്കുമ്പോ അപ്പൊ യശോദര പറയാണ്, അത് നമ്മള് മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത്, നമ്മളിപ്പം നീ കൂട്ടുകാരെ സഹായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ പരസ്പരം സ്നേഹിക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇതൊക്കെയാണ് ദൈവത്തിന് നമ്മളോട് ഇഷ്ടമുള്ള കാര്യങ്ങൾ. എന്നിട്ട് കൃഷ്ണനോട് യശോദര പറഞ്ഞു കൊടുക്കാണ്, ഇനി പറയോ, കൃഷ്ണനോട് പറയാണ്, ഉണ്ണിക്കണ്ണൻ തന്നെ പറയോ, ഇതുപോലത്തെ കുറച്ചു കാര്യങ്ങൾ പറയോ, അമ്മ ഇപ്പൊ പറഞ്ഞു തന്നതുപോലെ ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും ഈ നമ്മളോട് ദൈവത്തിന് ഇഷ്ടമുണ്ടാവുന്ന സാഹചര്യങ്ങളിന്ന് ഇനി മോൻ പറയും. അങ്ങനെയൊക്കെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അങ്ങനെ ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മളുടെ മുമ്പില് ഈ കുട്ടികളുടെ വൈജ്ഞാനിക ശേഷിത്വം വളർത്തിയെടുക്കുന്നതിന് അമ്മമാർക്കുള്ള പങ്കിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യശോദര. എന്നുവെച്ചാല് നമ്മളുടെ ഓരോ ഡേ ടു ഡേ നമ്മുടെ ലൈഫിലും നമ്മുടെ കുട്ടികളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു, നമ്മളിപ്പോ അമ്മമാര് അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് പറ്റും ഇതൊക്കെ പഠിപ്പിക്കാൻ. ഇപ്പൊ അടുക്കളയിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് കുട്ടികളോട് ചോദിക്കാം, ഇപ്പൊ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഈ പച്ചക്കറിയില് ഈ സാലഡില് ഞാൻ ഏത് പച്ചക്കറിയാണ് ഇടേണ്ടത് എന്ന് ചോദിക്കാം. അപ്പൊ ഏത് പച്ചക്കറി ഇടണ്ടേ മോൻ, അങ്ങനെ പറയാനുള്ള കാര്യം എന്താ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതിന്റെ ഒരു അവരുടെ ഡിസിഷൻ, അവരെന്തുകൊണ്ടാ ഡിസിഷൻ എടുത്ത് ആ ഒരു കാര്യം പറയും. അതുപോലെ ഒരു ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പം ഈ പൂവിന് എന്ത് നിറം തരാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ നിറം ഇഷ്ടമുള്ളതിന്റെ കാര്യം എന്താ മോന്, ഇപ്പൊ വെള്ള നിറം അല്ലെങ്കിൽ ഒരു മഞ്ഞ നിറം, അതൊക്കെ ഇഷ്ടം ഉണ്ടാവാനുള്ള കാര്യം എന്താന്നൊക്കെ ചോദിക്കാം. പിന്നെ നമുക്ക് അതിനെ നമ്മുടെ ഗുരുവുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ കളറിനെ കുറിച്ച്, മഞ്ഞ നിറമാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ സന്യാസിമാരുടെ വസ്ത്രത്തിന്റെ കളറാണ്, ആ വസ്ത്രത്തിന് ആ കളർ ആവാനുള്ള കാര്യം എന്താ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അവരുടെ മനസ്സിനെ തന്നെ നമുക്ക് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ നമുക്ക് ഈ വൈജ്ഞാനിക ശേഷിത്വം വളർത്തിയെടുക്കാൻ പറ്റും. ഇതിനൊക്കെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അറിവ് മതി, നമ്മുടെ ഉള്ളിൽ ഒരു അറിവുണ്ടായാൽ മതി. നമ്മൾ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് ഈ വൈജ്ഞാനിക ശേഷിത്വവും ഇതെല്ലാം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട ശേഷിത്വത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ധാർമ്മിക ശേഷിത്വം, മോറൽ കോമ്പിറ്റൻസി. ധാർമ്മിക ശേഷിത്വം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ളത്. ഇപ്പൊ ശരിക്കും നമ്മൾ ഈ പറഞ്ഞതിലേക്ക് ഉപരിയായിട്ട് ഒരു കുട്ടിക്ക് ശരിക്കും നമ്മൾ ബ്രീത്ത് ചെയ്യൂലേ, നമ്മൾ ശ്വസിക്കുന്ന വായു, ശുദ്ധവായു നമ്മുടെ പരിസരത്തു നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെയാണ് ശരിക്കും ഈ ധാർമ്മിക പഠനം എന്ന് പറഞ്ഞാല് ഈ ശുദ്ധവായു കിട്ടുന്നത് പോലെ തന്നെ നമ്മുടെ ഓരോ പരിസരത്ത് നിന്ന്
ഹോം അറ്റ്മോസ്ഫിയർ എന്ന് തന്നെ കിട്ടേണ്ടതാണ് ഈ ധാർമ്മിക പാഠങ്ങൾ. ഇപ്പൊ ഗുരു എപ്പോഴും പറയാറുണ്ട് നമ്മൾ രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് മാതൃകയാവണമെന്ന്. ഈ രക്ഷകർത്താക്കളുടെ മാതൃകകൾ കണ്ടുകണ്ടാണ് ശരിക്കും കുട്ടികളില് ധാർമ്മികമായ ശേഷിത്വം ഉണ്ടായി വരുന്നത്. നല്ല വാസനകൾ, സദ്വാസനകൾ, നമ്മുടെ എല്ലാ രീതിയിലുള്ള ധാർമ്മികമായ മൂല്യങ്ങളും കുട്ടികളിൽ നമ്മുടെ ഹോം അറ്റ്മോസ്ഫിയർ തന്നെ നമ്മുടെ വായു ശ്വസിക്കുന്നത് പോലെ തന്നെ ആ കുട്ടി വളരുന്ന സാഹചര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടേണ്ടതാണ് ഈ ധാർമ്മിക ശേഷിത്വം കുട്ടികൾക്ക് ഉണ്ടായി വരേണ്ടത്. അപ്പൊ നമുക്ക് അതിനെ വളർത്തിയെടുക്കാനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഗുരു പറഞ്ഞതുപോലെ നല്ല നല്ല മഹത്തുക്കളുടെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾക്ക് കുട്ടികളോട് ചോദിക്കാൻ പറ്റും, ആ ഒരു സാഹചര്യത്തില് മോനായിരുന്നു ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യുമായിരുന്നു ഒക്കെ. അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ അന്നന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ധാർമ്മിക ശേഷിത്വം വളർത്തിയെടുത്തതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാല് രാവണന്റെ ഭാര്യയായിരുന്ന മണ്ഡോദരിയാണ്. അപ്പൊ നമുക്കറിയാം ലങ്ക എന്ന് പറഞ്ഞാൽ വെറും വാളിന്റെയൊക്കെ യുദ്ധത്തിന്റെയും വാളിന്റെയും ഒക്കെ ശബ്ദം കൊണ്ട് മുഖരിതമായ ഒരു സ്ഥലമായിരുന്നു ലങ്ക. അപ്പൊ ആ ലങ്കയിൽ ഇത്രയും ആസുരഭാവം നിറഞ്ഞ ആ ലങ്കയിൽ നിന്ന് അങ്ങനെ ഒരു മീൻസ് വെറും ആസുര, സ്വന്തം ഭർത്താവ് പോലും ആ രീതിയിലായിട്ട് പോലും സ്വന്തം കുഞ്ഞിനെ ധാർമ്മിക മൂല്യം, മണ്ഡോദരിയുടെ മകനായ മേഘനാഥനെ മണ്ഡോദരി ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുത്ത് വളർത്തിയത്. അത് നമ്മൾ ശരിക്കും നമ്മൾക്കത് വായിക്കുമ്പം അവരോട് ഒരുപാട് നമുക്ക് റെസ്പെക്ട് തോന്നും. അപ്പൊ രാമൻ പോലും അവരെ മഹാദേവി എന്നാണ് അഭിസംബോധന ചെയ്തത്. അപ്പൊ അത്രയും മോശം സാഹചര്യത്തിലാണ് അവർ ജീവിച്ചതും അവരുടെ കുഞ്ഞ് വളർന്നതും. പക്ഷെ എന്നാലും അവര് മകനെ മേഘനാഥനെ ആ ഒരു ധാർമ്മിക മൂല്യങ്ങള് പകർന്നു കൊടുത്ത് വളർത്താൻ വേണ്ടിയിട്ട് അവര് ശ്രമിച്ച ആ ഒരു ശ്രമം നമ്മൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ അതൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണം. നമുക്കിപ്പോ സമയക്കുറവുള്ളതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അവസാനം ഈ മേഘനാഥൻ മരണസമയത്ത് ഈ മണ്ഡോദരിയോട് പറയുന്നുണ്ട്, ഞാൻ എന്നും അമ്മയെ ധാർമ്മികമായി അഭിമാനപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ മകൻ മരണപ്പെടുന്നത് പോലും. അപ്പൊ അത്രയും ആ രീതിയിലൊക്കെ നമ്മൾക്ക് ധാർമ്മിക മൂല്യങ്ങൾ നമ്മുടെ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ധാർമ്മിക മൂല്യമുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ നമ്മൾ സ്വയം അവരുടെ മുന്നിൽ ആ മാതൃകകളായിട്ട് മാറാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ചെറിയ ചെറിയ സിറ്റുവേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം. എവിടെന്നെങ്കിലും എന്ന് വെച്ചാൽ കൊച്ചു കൊച്ചു പാഠങ്ങൾ, സത്യസന്ധതയെ കുറിച്ചിട്ടും ഒക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് ഓരോ സന്ദർഭങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അവരെ പറഞ്ഞൊക്കെ പഠിപ്പിക്കാനൊക്കെ പറ്റും. അപ്പൊ ഇത്രയും ഇത് ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഗുരു നമ്മളോട് പറഞ്ഞ ഒരു ഗുരുവാണിയിൽ തന്നെ ഒരു കുഞ്ഞിന് പകർന്നു കൊടുക്കേണ്ട ഒരു കർമ്മശേഷിത്വം ഉള്ളവരാക്കി വളർത്തണം എന്ന് പറയുമ്പോൾ അതിൻ്റെ തന്നെ ഡെപ്തിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഗുരു രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളൊരു കുഞ്ഞിനെ വളർത്തുമ്പം എത്രത്തോളം ശ്രദ്ധിച്ച് വളർത്തിയാലാണ് ആ കുഞ്ഞൊരു നല്ല കർമ്മശേഷിത്വമുള്ള കുഞ്ഞായിട്ട് വളരുക എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഇത്രയാണ് നമ്മൾ രക്ഷകർത്താക്കളുടെ ഇൻവോൾവ്മെന്റ് വേണ്ടത്. ഒരു നല്ല ലോകത്തിന്റെ നന്മയ്ക്കുതകുന്ന ഒരു കുഞ്ഞായിട്ട് നമ്മുടെ കുഞ്ഞ് വളർന്നു വരാനായിട്ട്. അപ്പോ നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് നമ്മളുടെ ശാന്തിഗിരി ഗുരുകാന്തിയും നമ്മളിപ്പോ ആത്മവിദ്യാലയത്തിന്റെ ഒരു അണ്ടറിലാണ് ശാന്തിഗിരി ഗുരുകാന്തിയുടെ പ്രവർത്തനങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ ചെറിയ കഴിവ് വെച്ച് നമ്മൾ ശ്രമിക്കുന്നത് എല്ലാ ഏരിയകളിലും നമ്മൾ ഒന്ന് രണ്ട് പ്രത്യേകിച്ച് അധ്യാപകരായിരിക്കുന്നവരെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആശ്രമത്തിൽ വളരുന്ന ഓരോ കുഞ്ഞും ഈ ഗുരു ഇച്ഛിക്കുന്ന ഈ ഗുരുവിന്റെ ഗുരുവാണികളെ അടിസ്ഥാനമാക്കി ഗുരുവിന്റെ രീതിയിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഒരു വലിയൊരു ശ്രമത്തിന്റെ ഒരു കുഞ്ഞു തുടക്കം മാത്രമാണ് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ്. അപ്പൊ നമ്മൾ ഈ ഒരു ഞായറാഴ്ച മുതൽ എല്ലാ
ആശ്രമങ്ങളിലും നമ്മൾ എല്ലാ ഏരിയകളിലും നമ്മൾ ഗുരുഗാന്ധിയുടെ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുവാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗുരുവിന്റെ കാര്യങ്ങളിലൂടെ ഗുരുവിന്റെ ജീവിതത്തിലൂടെ അവരെ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിച്ച്, അതുപോലെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ കർമ്മശേഷിത്വങ്ങൾ അല്ലെങ്കിൽ ജീവിത നൈപുണ്യങ്ങൾ കുട്ടികളിലേക്ക് ഓരോ ആക്ടിവിറ്റികൾ വഴി അവർക്ക് പകർന്നു കൊടുത്ത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഈ കുഞ്ഞുങ്ങളെ അതായത് ശരിക്കും രക്ഷകർത്താക്കളുടെ ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷെ രക്ഷകർത്താക്കളോട് കൂടി തന്നെ നമ്മൾ കൂടി ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ് ഗുരു ഒരു വലിയ വിഭാവനയിലാണ് ഗുരുഗാന്ധി രൂപകൽപ്പന ചെയ്തത്. ഇപ്പൊ നമ്മളുടെ ഇതുവരെ നമ്മുടെ റൂറൽ ഏരിയയിൽ മാത്രമായിരുന്നു ഗുരുഗാന്ധി പ്രവർത്തനം ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മളത് എല്ലാ ഏരിയകളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് തുടങ്ങുവാണ്. അപ്പം ഇതിന്റെ ഒരു പ്രാധാന്യം നമ്മളിപ്പോ കുട്ടികളുടെ അക്കാഡമിക് കാര്യങ്ങൾക്ക് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ PTA മീറ്റിങ്ങിന് പോകും. ഇന്നിപ്പോ ഏകദേശം ഒരു 170ഓളം പേരാണ് തോന്നുന്നു വന്നത്. അപ്പൊ നമ്മൾ രക്ഷകർത്താക്കളുടെ PTA മീറ്റിങ്ങിന് പോകും, അവരുടെ അക്കാഡമിക് നിലവാരം അളക്കാൻ വേണ്ടിയിട്ട് സ്കൂളില്. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കുകയെ നമ്മുടെ കുട്ടികളുടെ ഈ സ്വഭാവ രൂപീകരണത്തിന് നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ നമ്മൾ ഓരോരുത്തരും. അപ്പോ നമ്മൾ ഈ മീറ്റിങ്ങിലുള്ള എല്ലാവരും ഇനി ഇതിൽ വരാത്തവരെയും കൂടെ ഒന്ന് നിങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് നമ്മുടെ മാസത്തിൽ ഒരിക്കലെങ്കിലും, നമ്മളിപ്പോ പറഞ്ഞ ആദ്യത്തെ ഞായറാഴ്ചയാണ്, നമ്മുടെ ബ്രാഞ്ചാശ്രമങ്ങളിലുള്ള ഈ ഗുരുഗാന്ധിയുടെ ആക്ടിവിറ്റീസിലേക്ക് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അയക്കുകയും വേണം. പിന്നെ ഗുരുഗാന്ധിയുടെ ആക്ടിവിറ്റീസിൽ നമ്മൾ അധ്യാപകരോടൊക്കെ പറഞ്ഞായിരുന്നു രക്ഷകർത്താക്കളുടെയും കൂടെ പങ്കാളിത്തം വേണം. അപ്പൊ നിങ്ങളും കൂടെ ഇതിന്റെ കൂടെ കൂടിയിരിക്കാം. നിങ്ങളുടെയും കൂടെ വലിയൊരു ഉത്തരവാദിത്തമാണ് നല്ല രീതിയിൽ കൊണ്ടുപോവുക. നമുക്കിവിടെ ഭാവിയിൽ നമുക്കിതിനെ കുറച്ചൊരു 3-4 മാസം കഴിയുമ്പോൾ നമ്മൾക്ക് ഇവർക്ക് പറഞ്ഞു കൊടുത്ത ഗുരുവിന്റെ കാര്യങ്ങളൊക്കെ വെച്ച് ഒരു പരീക്ഷകളൊക്കെ നടത്താം. അതിനൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ഗുരു പറഞ്ഞിട്ടുണ്ട് ഭാവിയിൽ ഗുരുവിന്റെ കാര്യങ്ങൾ പരീക്ഷാ രീതിയിലൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ആശ്രമത്തിൽ സംവിധാനങ്ങളൊക്കെ ആയി വരുമെന്ന്. അതിന്റെയൊക്കെ ഒരു എളിയ തുടക്കമായിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ കാണുന്നതും മനസ്സിലാക്കുന്നതും. ഇപ്പൊ ഗുരുവിന്റെ വലിയ കാര്യങ്ങളിലുള്ള ഒരു എളിയ തുടക്കമായിട്ട് നമുക്ക് ഇതിനെയൊക്കെ കാണാം. എല്ലാ രക്ഷകർത്താക്കൾക്കും ഇതിനോടുള്ള പൂർണ്ണ പങ്കാളിത്തം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഞാൻ ഗുരുനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഗുരുവാണിനെ വെച്ച് എനിക്കറിയാവുന്ന മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നെക്കാളും ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ഇതുപോലെ ഒരു മീറ്റിങ്ങുകളൊക്കെ വെച്ചിട്ട് നമുക്ക് പരസ്പരം ഇതുപോലെ ഗുരുവിന്റെ കാര്യങ്ങളും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗുരുവാണിയിൽ എത്ര കാര്യങ്ങളാണ് അതിനകത്തുള്ളതെന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഇങ്ങനെയാണ് ഇനി ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എത്ര ദിവസം സംസാരിച്ചാലും കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്താം, ഗൃഹസ്ഥാശ്രമം എങ്ങനെ വേണം എന്നുള്ളതിൽ എത്ര സംസാരിച്ചാലും മതിയാവാത്ത അത്രയും കാര്യങ്ങൾ ഡെപ്തിലാ ഗുരു ഓരോ കാര്യവും പറഞ്ഞു വെച്ചത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കൂടാം. അതുപോലെ നമ്മുടെ ഗുരുഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് നിങ്ങളോടൊപ്പം എല്ലാവരും ഒരുമിച്ച് നിന്ന് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഗുരു ഇച്ഛിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല ലോകത്തിന് നന്മയ്ക്കുതകുന്ന മക്കളായിട്ട്, ഗുരുവിന് സന്തോഷം തോന്നുന്ന മക്കളായിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും വളർത്തിയെടുക്കാം. അതിന് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ എൻ്റെ സർവസ്വമായ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നോ ഗുരുഗാന്ധിയുടെ പ്രവർത്തനങ്ങളിലുള്ള സജഷൻസോ ഉണ്ടെങ്കിൽ പറയാം. കുറച്ച് സമയം വൈകിയും തോന്നുന്നു, എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ, നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. സദ്ഗുരു ഇമോഷണൽ ഇന്റലിജൻസ്, അതിന് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് നമ്മുടെ ദ്രൗപദി ഉപപാണ്ഡവരെ വളർത്തിയ ഒരു കാര്യവും, പിന്നെ അതിൽ തന്നെ ഞാൻ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് എന്ന് വെച്ചാല് ഭുവനേശ്വരി ദേവി നരേന്ദ്രനെ വളർത്തിയത് ഒരു കാര്യവും ഞാൻ 1-2 ഉദാഹരണം, ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് ഇതിനൊക്കെ വൈകാരിക ശേഷിത്വം വളർത്തുന്നതിനെ കുറിച്ച്. പിന്നെ വ്യാസൻ മീൻസ് ഗുരു ചിലപ്പോ പറയാറുണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഇന്ന സ്വഭാവം ഉണ്ട് ഈ കുട്ടിക്ക് എന്നൊക്കെ ഗുരു ഞാൻ കേട്ടിട്ടുണ്ട് ചില സ്കൂളിലൊക്കെ ഉള്ള കുട്ടികളോട്. ഇപ്പൊ ചില പാരന്റ്സിനോട് സംസാരിക്കുമ്പം
അവര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ ഇങ്ങനെ ഒരു കുറവുണ്ട്, അവൻ ഇങ്ങനെ ചെയ്യണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ വ്യാസൻ ഇതുപോലെയാണ്. ദുര്യോധനൻ ജനിച്ചപ്പോ അദ്ദേഹത്തിന്റെ പിതാവിന് കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട്, ഈ വൈകാരിക ശേഷിത്വം ഇല്ലാതെ വളർത്തിയാൽ വരുന്ന ഒരു കുറവ്. ആ കുട്ടിക്ക് ആ ജന്മവാസനയുണ്ട്, പക്ഷെ അതിനെ വൈകാരികമായിട്ട് കറക്റ്റ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യം വ്യാസൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഉദാഹരണം കൂടെ ഞാൻ അവിടെ വൈകാരിക ശേഷിത്വം പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു. പിന്നെ വൈജ്ഞാനിക ശേഷിത്വം വളർത്തിക്കുന്ന കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് വായിച്ചപ്പോ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് യശോദര ശ്രീകൃഷ്ണനെ വളർത്തിയ ഒരു രീതിയാണ്. കൊച്ചു കാര്യമാണ് ശ്രീകൃഷ്ണൻ ചോദിച്ചെങ്കിലും ശ്രീകൃഷ്ണനെ കുറിച്ച് കൊണ്ട് തന്നെ ചിന്തിപ്പിക്കും, അത് വലിയ തലത്തിൽ ചിന്തിപ്പിക്കും. ആ രീതിയിൽ യശോദരെയും ശ്രീകൃഷ്ണനെയും കുറിച്ചിട്ടാണ് ഉള്ള ഒരു ഉദാഹരണമാണ് ഞാൻ അവിടെ പറഞ്ഞത്. പിന്നെ അവസാനം പറഞ്ഞ കർമ്മശേഷിത്വത്തില് അവസാനം പറഞ്ഞത് ധാർമ്മിക ശേഷിത്വം എങ്ങനെ വളർത്താം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അതിൽ ഞാനിവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് വായിച്ചു വന്നപ്പം ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു ഉദാഹരണം എന്ന് വെച്ചാല് മണ്ഡോദരി, മേഘനാഥൻ എന്ന് പറയുന്ന മകനെ മണ്ഡോദരി വളർത്തിയെടുത്ത ഒരു കാര്യമാണ്. ആ ഒരു ഉദാഹരണമായിരുന്നു ഞാൻ അവിടെ പറഞ്ഞത്. ഇനിയും ഇത് ഒരുപാട് മണിക്കൂറുകൾ പറയേണ്ട ഒരു വിഷയമാണ്, പക്ഷെ നമ്മുടെ സമയപരിധി കൊണ്ട് നമുക്ക് ഇത്രയും പറയാം. ഇതൊക്കെ ആയിരുന്നു സുനന്ന ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്കുള്ള ഹലോ മഞ്ജുഷ പറയോ? സഗ്രേഷണം. ജെന്നി, എനിക്കൊരു സംശയമാണ്. ഇപ്പം മക്കളെ, ഇപ്പൊ അവിടെ ഉള്ള മക്കള്, ഗുരുഗാന്ധിയിലുള്ള മക്കള്, ഇപ്പം അവരുടെ ഓരോ കഴിവുകൾ, അതായത് ഇപ്പം ഒരു കുട്ടിക്ക് ഇപ്പം ഡാൻസിനായിരിക്കും ഭയങ്കര ഇഷ്ടമുള്ളത്, ഇപ്പം ചിലപ്പം ഫുട്ബോളിനായിരിക്കും കുറച്ച് ഇതുള്ളത്. അപ്പൊ അതങ്ങനെ വളർത്താൻ തക്ക രീതിയിലുള്ള എല്ലാ കുട്ടികളെയും അങ്ങനെ ഒരു ഇപ്പം അതിപ്പം കായികപരമായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ഇപ്പം ജപ്പാൻ, ഇപ്പൊ അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അങ്ങനെ എല്ലാ ഇതിലും കഴിവുണ്ടോ എന്നവര് പരിശോധിക്കും. അതിൽ ഏറ്റവും നല്ല കഴിവുള്ള കുട്ടികള് ഏതിലാണോ കൂടുതൽ അവർക്ക് കഴിവുള്ളത്, അപ്പൊ അത് കൂടുതലായിട്ട് വളർത്തിയെടുക്കും. അപ്പൊ അങ്ങനെ ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് നമ്മുടെ ഗുരുപരമ്പരയിലുണ്ടോ? അത് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ടീച്ചർ പറഞ്ഞത്, മഞ്ജുഷ ടീച്ചർ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ നടത്തുമല്ലോ. അപ്പൊ അങ്ങനെ ശരിക്കും നമ്മളിപ്പോ ഗുരുഗാന്ധിയിൽ എന്ന് പറയുമ്പം ഇപ്പൊ പ്രത്യേകിച്ച് ഇവിടെ ആണെങ്കിൽ നമുക്കത് പറ്റും. ഈ ഇപ്പൊ റൂറൽ ഏരിയയിലാണെങ്കിൽ അവര് എല്ലാ സാറ്റർഡേയ്സും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്കത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഒരു മാസം ആയതേ ഉള്ളൂ. ഇപ്പൊ ആത്മവിദ്യാലയത്തിന്റെ അണ്ടറിൽ ഈ ഗുരുഗാന്ധിയുടെ പ്രവർത്തനം തുടങ്ങി വെക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് ആദ്യം ഗുരുവിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തുടങ്ങി വെക്കുവാണ്. തീർച്ചയായിട്ടും നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഓരോ രക്ഷകർത്താക്കൾക്കും കുഞ്ഞുങ്ങൾക്കുള്ള കഴിവുകളൊക്കെ പറഞ്ഞു കൊടുക്കാം, അത് പരിശീലിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ ഇതിന്റെ ഫെർദർ ഡെവലപ്മെന്റ്സ് ആയിട്ട് നമുക്ക് ചെയ്തു വെക്കാം. ഇപ്പൊ നമ്മൾ ഈ 1 month ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. ഇപ്പൊ നമുക്ക് പതുക്കെ നമ്മുടെ ഈ ഗുരുഗാന്ധിയുടെ പ്രവർത്തനം, ഞാൻ ഈ ഗുരുഗാന്ധിയുടെ അപ്പം ഗുരുഗാന്ധി നമ്മളെ ഏൽപ്പിക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, അത് ഏകദേശം പണ്ട് ഗുരു പറഞ്ഞത് ഓർമ്മയുണ്ട്. ഈ ഗുരുഗാന്ധിയുടെ സ്റ്റാർട്ടിങ്ങില് ശിഷ്യഭൂത പറഞ്ഞത്, ഞാനൊക്കെ സ്കൂളില് ബ്രഹ്മചാരി ഒന്നും ആവണേന് മുമ്പ് അധ്യാപികയായിട്ടുന്ന സമയത്ത് എന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശ്രീകൃഷ്ണൻ പോലും പ്രവർത്തിച്ച് തോറ്റ ഇടമാണിത് എന്നുവെച്ചാൽ കുഞ്ഞുങ്ങളെ നന്നാക്കി എടുക്കുന്ന ഒരു ഭാഗം ശിഷ്യഭൂത പറഞ്ഞ വാക്കാണത്. അത്രയും വലിയൊരു കർമ്മമാണിത്. ഇപ്പൊ ഭാവിയിൽ അപ്പൊ പളുങ്ക് പോലെയുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പണ്ട് ആദ്യം ഏൽപ്പിച്ചത് നമ്മുടെ നിർമ്മോഹ സ്വാമിയെ പോലുള്ള ആളുകളൊക്കെ ആയിരുന്നു. അപ്പൊ അന്ന് ഗുരു പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവർ ഞങ്ങളോട് വന്ന് പറഞ്ഞത് ഇതാണ്. അപ്പൊ ഇത് വലിയൊരു കാഴ്ചപ്പാടിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്കത് ഓരോരോ സ്റ്റെപ്പായിട്ട്, ടീച്ചർ പറഞ്ഞോണം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യണം. ഈ ഒരു പ്രാവശ്യം നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു സെൽഫ് അവയർനെസ്,
ആ രീതിയിൽ അവരുടെ ഗുരുവിന്റെ ജീവിതത്തിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തിലെ ഒരു പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ, കൃത്യനിഷ്ഠ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യവും, അപ്പൊ അതിനെ ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ജില്ലകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ വന്ന് ഇനി അടുത്ത മാസമായിരിക്കും ഇത് ചെയ്യാം, പക്ഷെ നമുക്കൊരു പ്രോപ്പർ ഫോളോ അപ്പ് വേണ്ടി വരും. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടുക ആദ്യം ആകെ ഒരു 1-2 മണിക്കൂറായിരിക്കും ഒരു മാസത്തില്. അതിന് പക്ഷെ വാട്സപ്പ് വഴിയൊക്കെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുള്ളൂ. പക്ഷെ പലരും ചോദിക്കുകയുണ്ടായി, നമ്മുടെ ഇപ്പം മുസ്ലിംസിനാണെങ്കിൽ മദ്രസയുണ്ട്, ക്രിസ്ത്യൻസിനാണെങ്കിൽ അവർക്ക് സൺഡേ ക്ലാസ് ഉണ്ട്. നമുക്കും ശരിക്കും എല്ലാ സൺഡേയും ഇത് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിന്റെ ഒരു ചെറിയ തുടക്കം എന്ന് പറഞ്ഞ് നമുക്ക് ഇപ്പൊ ഇവിടെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് തുടങ്ങി വെക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാൻ ടീച്ചറെ. ജെന്നി, ഞാൻ ഒരു മിനിറ്റ് സംസാരിച്ചോട്ടെ ജെന്നി? ഓക്കെ ആണ്. ജെന്നി പറഞ്ഞ പോലെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ. പക്ഷെ മഞ്ജുജ ടീച്ചർ പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ ടീച്ചർ. നമ്മുടെ ഒരു ആധുനികമായിട്ടുള്ള ഒരുപാട് പെഡഗോജിക്കൽ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസും നമുക്ക് ഇന്ന് അറിയാം പല സ്ഥലത്തും നടക്കുന്നത്. എന്താണെന്നുള്ളത് എക്സാക്ട് ആയിട്ട് എനിക്ക് അറിഞ്ഞൂടാ എന്നുള്ളത് സത്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളുടെ അടിസ്ഥാനപരമായിട്ട് ഗുരുവിൽ വിശ്വാസവും സ്നേഹത്തിലും ഈ ഗുരുവാക്ക് കേൾക്കുക എന്നുള്ള ഒരു രീതിയാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ ഡിസ്റ്റിങ്ക്ട്ലി ഡിഫറെന്റ് ആയിട്ട് നമ്മൾ വരുന്നത്. അവിടെയാണ്. ഉദാഹരണത്തിന് ഒരു കുഞ്ഞിന് നല്ലവണ്ണം നൃത്തം ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നല്ലവണ്ണം പാട്ട് പാടാൻ അറിയാം. നമ്മുടെ ഇന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ജെന്നി പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ന് ചെയ്യുന്നത് അതുകൊണ്ട് എന്നാൽ പാട്ടിന് പോകാം, ഡാൻസിന് പോകാം എന്നൊക്കെ പറയുന്ന രീതിയിലായിരിക്കും. പക്ഷെ ഗുരു അത് പാട്ട് പാടുന്നതല്ല ജീവിതത്തിൽ നല്ലത് എന്ന് പറയുന്ന ആ വ്യത്യാസമാണ് നമ്മളെ അല്ലെങ്കിൽ ഗുരുവിൽ കൂടി വരുന്ന ഒരു വ്യത്യാസം. സോ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ ഈ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഡാൻസ് കളിക്കുന്നതിലൊന്നും ഒരു തെറ്റില്ല എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ ആ ജീവനിൽ അടങ്ങിയിരിക്കുന്ന ചില വാസനകൾ, ആ വാസനകളെ പരിപോഷിപ്പിക്കുന്നതാണോ ആ കുഞ്ഞിന്റെ ജീവന് നല്ലത് എന്ന് നമ്മൾ ഗുരുവിൽ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ സംവിധാനം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അതൊന്ന് ടീച്ചറും അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം. ഞാൻ അതിനെ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊരു സാധാരണ സംവിധാനത്തിൽ കൂടി പോകുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ആ ഒരു ബാഹ്യമായി കാണുന്ന ഇൻട്രസ്റ്റ് ആയിരിക്കണം എന്നില്ല കുഞ്ഞിന്റെ ജീവന് നല്ലത് എന്നുള്ളത് നമ്മൾ ഓർത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ? ശരണം. എൻ്റെ ഒരു ജിതേഷാണ്. കേൾക്കാവോ? ഖത്തറിന്നാണ് സംസാരിക്കുന്നത്. കേൾക്കാട്ടോ. കഴിഞ്ഞ ഇതിനായിട്ട് സുരേഷാണ്. കഴിഞ്ഞ നമ്മുടെ ഒരു ഖത്തറിന്റെ ഒരു പ്രാർത്ഥനയിൽ നമുക്കുള്ളൊരു ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട്, അതായത് നമ്മുടെ കുട്ടികളെ, ഞങ്ങളുടെ ഇവിടെയുള്ള കുട്ടികൾ, അതായത് പുറത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ് കിട്ടുന്നത്. നമുക്ക് ആശ്രമത്തിൽ പോകാനും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ചിലപ്പോൾ ഒരു വർഷത്തെ ഇടവേള ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതലുള്ള ആൾക്കാരുണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോൾ അവർക്ക് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥന മാത്രമേ, അല്ലെങ്കിൽ അത് മാത്രമേ അവർക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആ കുട്ടികളെ കൂടെ ഇപ്പൊ നാട്ടിൽ, ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ മോൻ ഇന്നലെ നാട്ടിലേക്ക് പോയി. അവന് 8 വയസ്സായി, 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പലപ്പോഴും സന്യാസിമാരുടെ അടുത്ത് ചോദിച്ചു, ഇവനെ ഇവിടെ നിർത്താൻ പറ്റും, നമുക്ക് ആശ്രമത്തിൽ എവിടെയെങ്കിലും ഒന്ന് നിർത്താൻ പറ്റുമോ? ഇവനെ ഈ വയസ്സിൽ നമുക്കൊരു മാസമെങ്കിലും എവിടെയെങ്കിലും നിർത്താൻ പറ്റുമോ? ഇപ്പൊ നിലവിലുള്ള സാഹചര്യം വെച്ചിട്ട് എനിക്ക് അത്ര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല. കാരണം ഒന്നാമത് നമുക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ടിട്ട് ആർക്കും നോക്കാനുള്ള ഒരു സാഹചര്യം
നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ എനിക്കത് എന്നിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ നേരെ വീട്ടിലേക്ക് വിട്ട് ഇപ്പൊ അവൻ വടകര താമസിക്കുകയാണ് ചെയ്യുന്നത്. അത് എന്റെ ഒരു കുട്ടിയുടെ കാര്യമല്ല പറയുന്നത്. ഇന്ന് നമ്മുടെ പിന്നെ എനിക്ക് തോന്നുന്നു 250-250 കുടുംബങ്ങള് പുറത്ത് താമസിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞ ഞാൻ എഴുതി വെച്ച കുറെ കാര്യങ്ങൾ ജന്നി അതിന്റെ റിസൾട്ട് തന്നു. പക്ഷെ എന്നാലും പറയാണ്, മറ്റുള്ള മതങ്ങളിൽ ഇവിടെ കൊടുക്കുന്ന ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ റിലീജിയസ് ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്ക് പിന്നെ ഹോളി കമ്മ്യൂണിയൻ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ ഗുരുവിന്റെ കാര്യങ്ങൾ അവർക്ക് പഠിച്ചാൽ മതിയാവും. അതറിഞ്ഞോ അറിയാതെയോ അവരത് കംപ്ലീറ്റ് ചെയ്ത് അതിനൊരു എക്സാം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അതിലേക്ക് പറ്റുള്ളൂ. പക്ഷെ നമ്മള് ചെറുപ്പം മുതലേ ആശ്രമത്തിൽ നിന്ന് വളർന്നു വന്ന് 5 വയസ്സായപ്പോഴും 10 വയസ്സായപ്പോഴും 25 വയസ്സായപ്പോഴും 40 വയസ്സായപ്പോഴും ഗുരുവിന്റെ ജനിച്ചത് ഏതാണ് വർഷം എന്ന് ചോദിച്ചാൽ ഇപ്പോഴും പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതായത് ഗുരുവിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്കറിയാത്ത ആളുകൾ, നമ്മുടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെ ഒത്തിരി ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ പൂമുള്ളും വായിച്ചെങ്കിലും അത് നമുക്ക് വളരെ നമുക്ക് അത് വളരെ നല്ല രീതിയിൽ ഓർമ്മിച്ചെടുക്കാൻ പറ്റാറില്ല. പക്ഷെ എന്നാലും അതിനെയൊക്കെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ അത് കുട്ടികളിലേക്ക് എത്തുള്ളൂ. നമ്മൾ കോൺഫിഡന്റ് ആയിട്ടല്ലാത്ത കാര്യം നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഈ നാട്ടില് നടത്തുന്നതിനോടൊപ്പം തന്നെ പുറത്ത് അത് ആ കുട്ടികൾ എങ്ങനെ നമ്മളെ വഴികളിലേക്ക് കൊണ്ടുവരാം. കാരണം നമ്മളെ ലിമിറ്റേഷൻ തന്നെയാണ്, അത് ഞങ്ങളുടെ കുറ്റമാണ്. പുറത്ത് നമുക്ക് ആശ്രമത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതൊക്കെ അത് കാരണം ഓരോരുത്തരുടെ സാഹചര്യം, ഓരോ ആളുകളുടെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ചിലപ്പോ ഏതെങ്കിലും ഒരു പൗർണമിയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സമയമേ കിട്ടാറുള്ളൂ മക്കളെ അതിലേക്ക് കൊണ്ടുവരും. ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് അത് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, പക്ഷെ അവര് നമ്മളെക്കാളും നല്ല ഇതാണ്. കാരണം അവർക്ക് ഗുരുവിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ ഒന്ന് നമ്മള് ശ്രദ്ധിക്കാൻ വേണ്ടി പുറത്തുള്ള, അതായത് പ്രവാസികളായ ആളുകൾക്ക്, കിരണേട്ടൻ എന്നെക്കാളും കൂടുതൽ അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, അവരെയും കൂടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കുമെന്ന് ഒരു ചിന്ത. സദ്ഗുരു എന്റെ ഉത്തരം പറയുന്നുണ്ട്. അതിനൊരു ഉത്തരമല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ ജിതീഷ്, ഉത്തരമല്ല. ഇനി നമ്മള് പ്രവാസികൾ എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ഒരു ഉത്തരം കണ്ടെത്തി ജന്നി ഉൾപ്പെടെയുള്ള സന്യാസിമാരെ അറിയിക്കുക എന്നുള്ളതാണ്. എന്താണ് സാധ്യത, എന്താണ് നമുക്കത് ഈ മീറ്റിങ്ങിന് വെളിയിലൊന്ന് ചർച്ച ചെയ്തിട്ട് നമുക്കൊന്ന് തിരിച്ച് ജന്നിയിലോട്ട് എത്തിക്കാം. ഞാനതിന്റെ ഒരു പ്രൊപ്പോസൽ കഴിഞ്ഞ ദിവസം ഗൗതമി ജന്നിക്ക് എഴുതി അറിയിച്ചിട്ടുണ്ട്. ഞാനൊരു പ്രൊപ്പോസലായിട്ട് നമ്മള് പഠിപ്പിക്കുന്നത് അല്ല, നമ്മുടെ ഗൗതമി ജന്നിയാണ് നമ്മൾ ഇൻചാർജ്. പറഞ്ഞിട്ടുണ്ട് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. അതെ അണ്ണ, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണത്. ഓൺലൈൻ ആയിട്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, ഓൺലൈൻ ആവണമെന്നില്ല, നമുക്ക് ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ച് അവിടെ നമുക്ക് ഇപ്പം ഈ ടീച്ചേഴ്സിനൊക്കെ നമ്മൾ കുറച്ച് റെഫറൻസ് അല്ലേ കൊടുക്കുന്നത്, അതുപോലെ റെഫറൻസ് ഒക്കെ കൊടുത്ത് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെയ്യിപ്പിക്കാനോ ഏതെങ്കിലും, അത് അണ്ണനൊക്കെ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടേ തിരിച്ചു വരാൻ ജന്നി ഒന്ന് സംസാരിച്ചിട്ട്. ഓക്കെ. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ?